ഹബീബിന്റെ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ മുത്തനബി തങ്ങളുടെ വീട്ടിനുള്ളിൽ കിടക്കുന്ന സ്വഭാവ ഗുണങ്ങൾ അറിയുമ്പോഴാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഹബീബായ തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളിൽ സ്വന്തം കുടുംബത്തോട് മനോഹരമായി പെരുമാറുന്നവരാണ്. സ്വന്തം ഭാര്യയോട്, മക്കളോട്, ഉമ്മയോട്, ഉപ്പയോട്, ബന്ധുജനങ്ങളോട്, അയൽവാസികളോട്, സഹജീവികളോട്, അയൽപക്കത്തോട് ഒക്കെ ഏറ്റവും നന്നായി പെരുമാറുന്ന ആളുകളാണ് ഏറ്റവും നല്ല വിശ്വാസികളെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, ഒരു പെണ്ണിനെ സംബന്ധിച്ച് നബി തങ്ങളുടെ മുമ്പിൽ പറയപ്പെടുകയും തുക്സിറു മിൻ സ്വലാത്തിഹാ വഖിയാമിഹാ വസിയാമിഹാ, അവരുടെ നിസ്കാരവും നോമ്പുമൊക്കെ വളരെ കൂടുതലാണ്. വലിയ നോമ്പും ഒരുപാട് നോമ്പും നിസ്കാരവുമൊക്കെ ഉള്ള പെണ്ണാണ്. വലാകിന്നഹാ തുഅ്ദി ജീറാനഹാ ബിലിസാനിഹാ, അവളുടെ നാവ് കൊണ്ട് അയൽവാസിനികളായ പെണ്ണുങ്ങളെയും ആണുങ്ങളെയുമൊക്കെ വേദനിപ്പിക്കുന്ന വാക്ക് പറയുന്ന പെണ്ണാണ് നബിയെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും നമ്മുടെ നെറ്റിയിലെ നിസ്കാരത്തഴമ്പിന്റെ വലുപ്പത്തിനപ്പുറം നമ്മുടെ പെരുമാറ്റം ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് എന്ന് പഠിപ്പിക്കുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയും, അന ഖൈറുക്കും ലി അഹ്ലി, എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നത് ഞാനെന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ നമ്മുടെ മാതാക്കളാണവര്. മുത്തനബി തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് അവിടുത്തെ ഭാര്യമാരെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരിമാരെ, എന്നെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന വിഷയം അമ്രുകുന്ന, നിങ്ങളുടെ വിവരമാണ്. നിങ്ങൾക്കെന്ത് സംഭവിക്കും എന്റെ മരണശേഷം? വിവിധ പ്രായക്കാരായിരുന്ന വിവിധ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് കടന്നു വരുന്ന 9 ഭാര്യമാർ അല്ലാഹുവിന്റെ ഹബീബിനുണ്ട്. അതിൽ 60 വയസ്സ് കഴിഞ്ഞവരുണ്ട്, ചെറിയവരുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ആളുകളും മറ്റൊരാളിൽ നിന്ന് വിവാഹമോചനം നേടിയവരോ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം വിധവയായി മാറിയതിന് ശേഷം നബിതങ്ങൾ വിവാഹം ചെയ്തവരോ ആണ്. ഹബീബായ നബിതങ്ങൾ പ്രവാചകരല്ലാതിരിക്കെ തങ്ങൾ വ്യക്തിപരമായ ഒറ്റയ്ക്ക് നബിതങ്ങളെടുത്ത തീരുമാനം, ഒരു വ്യക്തി എന്ന നിലയിൽ ഹബീബിന്റെ വിവാഹം ഒന്നാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നുബുവത്തിന്റെ മുമ്പുള്ള വിവാഹമാണ്. ഒന്നിലേറെ വിവാഹങ്ങൾ അല്ലാഹുവിന്റെ റസൂല് കഴിക്കുന്നത് ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും അവർക്ക് ശേഷം സുഫിയ ബീവിയെയും സൗദ ബീവിയെയും സൈനബ് റളിയല്ലാഹു അൻഹയെയും ഉമ്മു സലമ ബീവിയെയും ഒക്കെ വിവാഹം ചെയ്യുന്നത് ബിവഹയ്യിൻ മിനല്ലാഹ്, അല്ലാഹു നൽകുന്ന ദിവ്യബോധനത്തിന്റെ വെളിച്ചത്തിലാണ്. ആകാശലോകത്ത് നിന്ന് ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന നിർദ്ദേശം പാലിക്കാൻ ഹബീബ് ബാധ്യസ്ഥരാണ്. അങ്ങനെ നടന്ന വിവാഹങ്ങളാണ് ഹബീബിന്റെ വിവാഹങ്ങൾ. എന്നാൽ ആ വീടിനുള്ളിൽ ചിരി വിടർത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ, എല്ലാം ഒരുമിച്ച് ചേർത്താൽ ഏകദേശം 9 സംഭവങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇനി പറയാൻ പോകുന്ന സംഭവങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെയും ആയിഷ ബീവിയുടെ കൂടെയുള്ള ഹബീബിന്റെ ഭാര്യമാർ സൈനബ് ബീവി, സഫിയ ബീവി, ഉമ്മു റംല ബീവി എന്ന ഉമ്മു ഹബീബ ബീവി, ഇവരൊക്കെ അടക്കമുള്ള ആ ഒരു ജീവിതത്തിനിടയിൽ
കശപിശ എന്ന് പറയാൻ പോലും പാടില്ലാത്ത വിധം, എന്നാൽ സ്വാഭാവികമായും ഒരു പെണ്ണിനുണ്ടാകുന്ന ഈർഷ്യതയും ദേഷ്യവും കൊണ്ട് വന്നു പോകുന്ന ചില പെരുമാറ്റങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഹദീസുകളിൽ കാണുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലേ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞ് ഹബീബിന്റെ കുടുംബത്തെ കുറ്റപ്പെടുത്തുക പാടുള്ളതല്ല. കാരണം എന്തുകൊണ്ടെന്നാൽ 9 ഭാര്യമാരുള്ള ഒരു വീട്ടിൽ 9 വർഷം ജീവിച്ചിട്ട് 9 സംഭവങ്ങളേ ഉള്ളൂ. 9 സംഭവങ്ങൾ, അതും 9 ആളുടെ കൂടെ 9 വർഷത്തിനുള്ളിൽ നടന്ന 9 സംഭവങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഹബീബിന്റെയും അവിടുത്തെ അസ്വാജുഹു ത്വാഹിറാത്ത് പരിശുദ്ധ ഖുർആൻ പറയുമായിരുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. പരിശുദ്ധ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോടും വിശ്വാസിനികളോടും അവരുടെ ശരീരത്തെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലാണ്. വഅസ്വാജുഹു ഉമ്മഹാതുഹും, ഹബീബിന്റെ ഭാര്യമാർ സത്യവിശ്വാസികളുടെയും വിശ്വാസിനികളുടെയും മാതാക്കളാണ്, ഉമ്മമാരാണ്. നബിതങ്ങളുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണെന്ന് പരിശുദ്ധ ഖുർആൻ. എന്ന് വിചാരിച്ച് ഒരു ഉമ്മയെ അരികത്തിരിക്കുന്ന പോലെ, ഉമ്മയെ കാണാൻ പറ്റുന്ന പോലെ ഈ ഉമ്മത്തികൾക്ക് ഹബീബിന്റെ ഭാര്യമാരെ കാണുക പാടുള്ളതായിരുന്നില്ല. എന്നാൽ ഒരു ഉമ്മമാർക്ക് കൊടുക്കുന്ന സ്നേഹവും ഉമ്മമാർക്ക് കൊടുക്കുന്ന ആദരവും സ്വന്തം ഹബീബിന്റെ ഭാര്യമാരോട് നമ്മൾ കാണിക്കേണ്ടവരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായിരുന്ന സുഫിയ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞു, മരിച്ചുപോയി എന്ന വിവരം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഫസജദ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സുജൂദിൽ വീഴുകയാണുണ്ടായത്. സുജൂദിൽ വീഴുമ്പോ സ്വഹാബിമാര് ചോദിച്ചു, യബ്ന അമ്മി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ എളാപ്പയുടെ പുത്ര അബ്ബാസ് എന്നവരുടെ മോനെ, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? സഫിയ ബീവി എന്ന ഹബീബിന്റെ ഭാര്യ, നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ സഫിയ ബീവി റളിയല്ലാഹു അൻഹാ, സഫിയ ബിൻത് ഹുയയ്യ് റളിയല്ലാഹു അൻഹാ വഫാത എന്ന് കേൾക്കുമ്പോൾ സുജൂദിൽ വീഴുകയാണോ? മുത്തുനബി തങ്ങളുടെ ഭാര്യ വഫാത്തായപ്പോൾ സുജൂദിൽ വീഴുകയാണോ? ആ സമയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, ഇദാ റഅയ്തും ആയതൻ ഫസ്ജുദൂ, ആകാശ ലോകത്ത് നിന്ന് വിപത്തുകളോ ദൃഷ്ടാന്തങ്ങളോ വരുമ്പോൾ നിങ്ങൾ സുജൂദിൽ വീഴണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലയോ? സൂര്യഗ്രഹണമുണ്ടാകുമ്പോൾ നിസ്കരിക്കണം, ചന്ദ്രഗ്രഹണമുണ്ടാകുമ്പോൾ നിസ്കരിക്കണം, ഭൂകമ്പമുണ്ടാകുമ്പോൾ നിസ്കാരത്തിലേക്ക് വരണം, ആപത്തുകളും വിപത്തുകളും വരുമ്പോൾ സുജൂദ് ചെയ്യണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചില്ലയോ? വഅയ്യു മുസീബത്തിൻ അഅ്ളമു മിൻ വഫാത്തി സൗജത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ആ ഭാര്യമാരിൽപ്പെട്ട ഒരാൾ അത് സഫിയ ബീവിയായിരുന്നു. ആ മഹദിയുടെ വിയോഗം അള്ളാഹുവിന്റെ ഭൂമി ലോകത്തുനിന്ന് ഒരു ബറക്കത്ത് നഷ്ടപ്പെടലല്ലേ? ഹബീബിന്റെ ഒരു സൗജത്ത് വഫാത്താകുന്നത് നമുക്ക് അള്ളാഹു നൽകുന്ന വിപത്തല്ലയോ? അതിൽ സുജൂദ് ചെയ്യണ്ടയോ എന്ന് പറഞ്ഞ് സുജൂദിൽ വീണിട്ടുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ഭാര്യമാരോട് അത്രമേൽ സ്നേഹം കാണിച്ചിരുന്നു സ്വഹാബിമാർ. അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള വല്ല ഭക്ഷണവും കിട്ടിയാൽ ഹബീബിന്റെ വഫാത്തിന് ശേഷം അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാർക്ക് കൊണ്ടുപോയി കൊടുക്കും. റിദ്വാനുല്ലാഹി അലൈഹിന്ന അജ്മഈൻ, അവരിൽ ഹബീബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ഇബ്നത്തു സിദ്ദീഖ് ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവിയോളം ഹബീബിന് ഇഷ്ടമായ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നില്ല. നബി തങ്ങൾ പറയും, അല്ലാഹുവേ, ഒന്നിലേറെ വിവാഹം ചെയ്യുന്ന ഒരാൾ, മുഅ്മിനീങ്ങൾക്ക് 4 വിവാഹം ഒരു സമയം അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ 4 പേർക്കുമിടയിൽ നീതി ചെയ്യാൻ കഴിയുന്നവരെ അത് ചെയ്യാൻ പാടുള്ളൂ. ഒന്നിലേറെ ഒരു വിവാഹം നടക്കുന്നെങ്കിൽ തന്നെ 2 പേരോടും 3 പേരോടും ഒരുപോലെ നീതി ചെയ്യാൻ കഴിയുന്നവർ. എന്നാൽ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും നിങ്ങൾക്കത് ചെയ്യുക പ്രയാസമാണ്.
എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തർക്കും അർഹമായ ദിവസവും ഓരോരുത്തർക്കും അർഹമായ വിഷയങ്ങളും കൃത്യമായി നീതിയോടെ പാലിച്ചിരുന്നു നബി തങ്ങൾ. എന്നാൽ മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കാൻ ഒരാൾക്കും കഴിയില്ലല്ലോ. ഇന്ന ഖുലൂബൽ ഇബാദി ബൈന ഇസ്ബഅൈനി മിൻ അസ്വാബിഇർ റഹ്മാൻ. മനുഷ്യരുടെ ഹൃദയങ്ങൾ കാരുണ്യവാനായ അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. യഖ്ലിബുഹാ കൈഫ യശാ. ഈ ഒന്നിലേറെ ഭാര്യമാർക്ക് ദുന്യാവിൽ വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങളും സൗകര്യങ്ങളും നീതിയുക്തമായി വീതിച്ചു കൊടുത്താൽ പോലും സ്നേഹം അതുപോലെ വീതിച്ചു കൊടുക്കുക സാധ്യമല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, അല്ലാഹുവേ എന്റെ ഖിസ്മത്ത് ഹാദാ ഖിസ്മതി ഫീമാ അംലികു. പടച്ചവനെ, ഇതെന്നെ കൊണ്ട് കഴിയുന്ന വിഹിതമാണ്. അല്ലാഹുവേ, എന്റെ മനസ്സ് നിന്റെ കയ്യിലാണല്ലോ. എനിക്ക് ചെയ്യാൻ കഴിയാത്തത് നീ എന്നോട് അല്ലാഹുവേ നീ എന്നെ ശിക്ഷിക്കരുതേ. അല്ലാഹുവേ പടച്ചവനെ, എന്നെ കൊണ്ട് സാധ്യമല്ല എന്റെ മനസ്സിനെ ഒരുപോലെ പിടിച്ചു നിർത്താൻ. എന്നെ കൊണ്ട് സാധ്യമല്ലാത്തത് ഫീമാല അംലികു, എന്നെ കൊണ്ട് കഴിയാത്തതാണ്. ആയിഷ ബീവിയോട് റളിയല്ലാഹു അൻഹയോട് ഒരൽപ്പം സ്നേഹം നബി തങ്ങൾക്ക് കൂടുതലുണ്ട്. അത് നബി തങ്ങളുടെ കൂടെയുള്ള ഭാര്യമാർക്കറിയാം, അത് ആയിഷ ബീവിക്കും അറിയാം. ബീവി അതിൽ വളരെ സന്തുഷ്ടയാണ്. എന്തിനാണ് ആ സ്നേഹമെന്നറിയുമോ? ഇനി പറയാനുള്ള സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ അതിന്റെ കാരണം വ്യക്തമാകും. ആയിഷ ബീവി ചെറുപ്പക്കാരി ആയതുകൊണ്ടല്ല. അങ്ങനെ ചെറുപ്പക്കാരിയാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, സഫിയ ബിൻത് ഹുയയ്യ് റളിയല്ലാഹു അൻഹ. എന്നാൽ ഫഇന്നഹാ ഇബ്നതു സിദ്ദീഖ്, ഹബീബിന്റെ 60 കൊല്ലത്തെ കൂട്ടുകാരനായ, ഹബീബിന്റെ 60 കൊല്ലത്തെ സുഹൃത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ടപ്പെട്ട മോളാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ഇഷ്ടപ്പെട്ട കൂട്ടുകാരനല്ലേ ഹബീബിന്റെ സ്വാഹിബ്. ആ സ്വാഹിബിന്റെ മോളോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം നബി തങ്ങൾ കാണിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറയും, അല്ലാഹുവേ, ഇതെന്റെ മനസ്സുകൊണ്ട് കഴിയാത്തതാണ്, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സ്നേഹം നീ തന്നെ എന്റെ മനസ്സിൽ ഇട്ടു തന്നിട്ടുണ്ട്. നബി തങ്ങൾ പറയാറുണ്ട്, ഫഇന്നീ റുസിഖ്തു ഹുബ്ബഹാ, ആയിഷ ബീവിയോടുള്ള സ്നേഹം എന്റെ മനസ്സിലേക്ക് അല്ലാഹു എറിഞ്ഞു തന്നതാണെന്ന്, അല്ലാഹു തന്നതാണെന്ന് പറയാറുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഇട്ടുകൊടുത്തൊരു സ്നേഹമുണ്ട് അവിടെ. ആ സ്നേഹത്തിന്റെ പേരിൽ നബിതങ്ങളുടെ ഭാര്യമാരെ, നമ്മുടെ ഉമ്മമാരെ അതീവ ബഹുമാനത്തോടെയും അവർക്കെന്തെങ്കിലും കളങ്കമുണ്ടാക്കുന്നത് ആരെങ്കിലും എഴുതി വിടുകയോ പറയുകയോ ചെയ്താൽ അതിന് മറുപടി പറയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം സത്യവിശ്വാസികൾക്കുണ്ട്. നമ്മുടെ ഉമ്മമാരാണത്. നമ്മുടെ ഉമ്മമാരായി അള്ളാഹു തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ മാതാക്കളെക്കാളും എത്രയോ സ്ഥാനമുള്ളവരല്ലേ, നമ്മുടെ ഉമ്മമാരെക്കാളും എത്രയോ മഹത്വമുള്ളവരല്ലേ വിശ്വാസിനികളുടെ മുഴുവൻ ഉമ്മമാർ. അതാണ് അസ്വാജു റസൂലില്ലാ, നബി തങ്ങളുടെ വീട്ടുകാരികൾ, ഹബീബിന്റെ ഭാര്യമാർ റിദ്വാനുല്ലാഹി അലൈഹിന്ന അജ്മഈൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു മദീനത്തെ ഒരു തോട്ടം, ആ തോട്ടമാണെങ്കിലോ 40,000 സ്വർണ്ണ നാണയം വിലപിടിപ്പുള്ളത്, 40,000 ദീനാർ വിലപിടിപ്പുള്ളത്. അതിന് തന്നെ 4 ലക്ഷം ദിർഹം വിലയുണ്ടായിരുന്നു അത്രേ. 4 ലക്ഷം ദിർഹം, അത് വെള്ളിയാണ്. ആ ദിർഹമിന്റെ മൂല്യം നോക്കിയാൽ 40,000 ഒരു ദീനാർ എന്നത് 10 ദിർഹമാണ്. അങ്ങനെ 40,000 ദീനാറോ 4 ലക്ഷം ദിർഹമോ വിലമതിക്കുന്ന വളരെ 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 വിലപിടിപ്പുള്ള ഒരു തോട്ടം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ഭാര്യമാർക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ഹബീബിന്റെ ഭാര്യമാർക്കുള്ളതാണ്. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരുടെ മകനെ കാണുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയും, റഹിമല്ലാഹു അബാക്, അബൂ സലമ, നിങ്ങളുടെ പിതാവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഖാന അബർറ ബിനാ, ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തു തന്ന ആളാണ് നിന്റെ ഉപ്പ എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. മദീനത്ത് ആരുടെയെങ്കിലും വീട്ടിൽ വളരെ വിശേഷപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടായാൽ അത് നബി തങ്ങളുടെ കുടുംബത്തിനാണ് കൊണ്ടുപോയി കൊടുക്കുക. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ
മുത്തുനബി തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന നേരത്ത് ഹബീബിന്റെ ഭാര്യമാരിൽ, ഹബീബിന്റെ കുടുംബത്തിൽ നടന്ന ഒരൽപ്പം ചിരിയും ചിന്തയും വിടർത്തുന്ന ആ തിരുഗേഹ വിശേഷങ്ങളാവട്ടെ നമ്മുടെ ചർച്ച. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിൽ നമുക്ക് പാഠങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എല്ലാ വീടുകളിലും കാണും. ഈ പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നമുക്ക് മാതൃകയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനഹ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. അല്ലാഹുവിന്റെ തിരു റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഇനി പറയാൻ പോകുന്ന സംഭവങ്ങൾ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. വെറുതെ കേട്ടുവിടരുത്. പിന്നെ നബിതങ്ങളുടെ കുടുംബത്തിൽ ആകെ പ്രശ്നങ്ങളായിരുന്നു അല്ലേ എന്നൊരു ഡയലോഗും ഇത് കഴിഞ്ഞാൽ ആരും പറയരുത്. എന്തുകൊണ്ട് പറഞ്ഞൂടാ? 9 ഭാര്യമാരുടെ കൂടെ 9 കൊല്ലം ജീവിച്ചിട്ട് 9 സംഭവങ്ങളുള്ളൂ. നമുക്കൊക്കെ ഒരു വീട്ടിൽ ഒരു കൊല്ലത്തിൽ എത്ര സംഭവങ്ങൾ ഉണ്ടാവും? അത് 9 ഭാര്യമാരുടേത് ആകെ കൂടെ നോക്കിയാൽ ലഭ്യമായത് 9 സംഭവങ്ങളെ പ്രധാനപ്പെട്ടതുള്ളൂ. അത് നബിതങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് വളരെ മനോഹരമായി മനസ്സിലാക്കുന്ന സദസ്സാണിത്. ആദ്യത്തെ സംഭവത്തിലേക്ക് കടക്കാം. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ നബിതങ്ങളോട് വാശി പിടിച്ച്, നബിയെ ഞങ്ങൾക്ക് ചെലവിന് വേണം എന്ന് വാശി പിടിച്ച് ഒരു ചെറിയ ഒരു സമരം നടത്തിയ സന്ദർഭം. സമരമെന്ന് പറയുന്നത് ഒരു തമാശക്കാണ്. സമരമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന സമരമല്ല. എന്തിനാണെന്നറിയോ? എല്ലാ വീടുകളിലും ഓരോ ദിവസവും സാധാരണ ഭക്ഷണം കഴിക്കുന്ന പോലെ ആ സാധാ ഭക്ഷണം പോലും കിട്ടാതെ നബിതങ്ങളുടെ ഭാര്യമാർ വിശന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ ഇങ്ങനെ പട്ടിണി കടന്ന് നടക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല നബിയേ, വിശക്കുമ്പോ ഭക്ഷണം വേണ്ടേ. അപ്പോഴ നമ്മൾ ഹനീഫ് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ്. മൈക്ക് നല്ല റെഡി ആയിക്കണേ, ഞങ്ങൾ പോയിക്കോളെ. ഷഫീഖ് കൂടെ ഹനീഫ് വർഷങ്ങളൊക്കെ. ഹനീഫ് കാസർഗോഡ് നിന്ന് വരിക ഈ മൈക്കും തിരിച്ച് ശരിയാക്കാൻ വേണ്ടി. വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്താണ്. അപ്പുറം തിരിച്ചാൽ പെട്ടെന്ന് ശരിയാവും. അൽഹംദുലില്ലാഹ്. അപ്പോ അൽഹംദുലില്ലാഹ്. മുത്തുനബിയുടെ ഭാര്യമാർ പറയുന്നത്, നബിയെ ഞങ്ങൾക്ക് പട്ടിണി കിടക്കാൻ വയ്യ, നബിയെ ഭക്ഷണം വേണം. പട്ടിണി കിടക്കാൻ വയ്യ, ഭക്ഷണം വേണം എന്നല്ലാതെ ഉമ്മമാരെ, നബിയുടെ ഭാര്യമാർ അള്ളാഹുവിന്റെ റസൂലിനോട് ചെലവ് വേണമെന്ന് പറഞ്ഞ് നബിതങ്ങളോട് വാശി പിടിച്ചത് ആഭരണം വാങ്ങിത്തരാൻ വേണ്ടി പറഞ്ഞിട്ടല്ല. വള വേണം 4 പവന്റെ, മാല വേണം 5 പവന്റെ, പാദസരം വേണം. ഇതല്ല സ്വഹാബിയാത്തിന് പറയാനുള്ളത്. തേൻ കുടിക്കണമെന്നല്ല. ഉണക്കറൊട്ടിയും തേൻ, ഉണക്കറൊട്ടിയും എണ്ണയും. അതാ അന്നത്തെ കറി. റൊട്ടിക്ക് എണ്ണ നമ്മളൊക്കെ കഴിക്കും. അത് കൊടുത്താ ഉണക്കറൊട്ടിയും എണ്ണയും. നബിയെ അതുപോലും ഒരു ദിവസം കിട്ടാതെ കഴിയുന്ന ദാരിദ്ര്യം. എല്ലാ സ്വഹാബിമാരുടെ വീട്ടിലും ഭക്ഷണമുള്ളപ്പോൾ ഹബീബിന്റെ വീട്ടിൽ മാത്രം ഭക്ഷണമില്ല. അത് പറ്റില്ല നബിയെ എന്ന് നബിയോട് ഹബീബിന്റെ 9 ഭാര്യമാരും ഒരൽ വാശി പിടിച്ചു പറഞ്ഞ ഒരു രംഗമുണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് സൂറത്തുൽ അഹ്സാബിലെ ആയത്തിറങ്ങുന്നത്. എന്തിനാ വാശി പിടിച്ചെന്ന് മനസ്സിലായില്ലേ? ഭക്ഷണം വേണം. നബി തങ്ങൾ പറയുമ്പോൾ അജൂഉ യൗമൻ വആകുലു യൗമൻ. ഞങ്ങൾ ഹബീബിന്റെ വീട്ടുകാര്, ഞങ്ങൾ അഹ്ലു ബൈത്ത് ഒരു ദിവസം ഭക്ഷണം കഴിക്കും, പിറ്റേ ദിവസം പട്ടിണി കിടക്കും. എന്റെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ കഴിയൂ? അതിഷ്ടമാണോ? എന്റെ കൂടെ ജീവിക്കാം. മുത്തുനബി തങ്ങൾ പറയുന്നു, എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ എവിടുന്ന് തരാനാണ്? എന്തുകൊണ്ട് ഹബീബിന് വേണ്ട? ഹബീബ് കൊതിച്ചിരുന്നുവെങ്കിൽ, ഹബീബ് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ മദീനയിലെ മലകൾ മുഴുവനും ഹബീബിന്റെ കൂടെ ഹബീബിന്റെ പിന്നിലൂടെ ആ മലകൾ സ്വർണമായി നടന്നുപോയേനെ. അങ്ങനെ തന്നെ ഹദീസിലുണ്ട്. അള്ളാന്റെ മലക്ക് വന്ന് പറയുന്നു, നബിയെ അങ്ങേക്ക് വേണോ? ഈ മലകളെല്ലാം സ്വർണവും സബർജതുമായിട്ട് മാറ്റിത്തരാം എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനോട് വേണോന്ന് ചോദിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞ നബിയാണത്. അതാണ് ഇമാം ബുസ്രി തങ്ങൾ ബുർദയിൽ പറഞ്ഞത്. വളരെ ഇഷ്ടമായത് നമ്മുടെ പരിപാടിക്കുമ്പോ ഇവിടെ ബുർദ ചൊല്ലി അല്ലെ. സാധാരണ മുമ്പൊക്കെ ഉണ്ടായിരുന്ന ആ പതിവ് ഇപ്പൊ ഇവിടെ ഇല്ല. മൈക്ക് ഓണാക്കി ഉസ്താദ് വേദം തുടങ്ങാന്നല്ലാണ്ട് അതൊരു വല്ലാത്ത ബർക്കത്താണ്.
ആ ബുർദ ഹബീബിന്റെ മദ്ഹല്ലേ, ആ മൗലായ സല്ലി വസല്ലി എന്നൊക്കെ ചൊല്ലി മുതഅല്ലിമീങ്ങളും നാട്ടുകാരൊക്കെ കൂടിയിരുന്നിട്ട് എന്ത് റാഹത്താണ്. അതൊക്കെ ഒന്ന് തിരിച്ചു വരണേ എന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഇല്ലാതെ ആയി പോയിട്ടുണ്ട്. ആർക്കും സമയമില്ല. അപ്പൊ ഇന്നിവിടെ ചൊല്ലുന്നത് കേട്ടു ഞാൻ വന്ന സമയത്ത് തന്നെ. മാഷാ അല്ലാഹ്, അത് വലിയൊരു ബറക്കത്താണ്. ഇമാം ബുസീരി തങ്ങൾ വളരെ മനോഹരമായി ഹബീബിന്റെ ജീവിതം വിവരിക്കുന്നുണ്ട്. അതിന് മറുപടി ചൊല്ലണം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. എന്താ അർത്ഥം? മൗലായ, ഞങ്ങളുടെ നേതാവായ അല്ലാഹുവേ, സ്വല്ലി വസല്ലിം, സ്വലാത്തും സലാമും ചെയ്യണമേ, അലാ ഹബീബിക, നിന്റെ മെഹബൂബായ നബിയുടെ മേൽ, ഖൈറിൽ ഖൽഖി, എല്ലാ സൃഷ്ടികളിലും ഉത്തമരായവർ, കുല്ലിഹിമീ, എല്ലാവരെക്കാളും ശ്രേഷ്ഠരായ നബിയുടെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലേണമേ അല്ലാഹുവേ. ഇതാ ഈ മൗലായ ചൊല്ലിന്റെ അർത്ഥം. ചൊല്ലിക്കൂടെ? ബിസ്മില്ലാഹ്. ഇമാം ബുസീരി തങ്ങൾ, ബുസീരി ഇമാം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലാണ്. ഞങ്ങളൊക്കെ സിയാർത്ത് ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ സ്വാലിഹ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ സിയാർത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ബുസീരി തങ്ങളുടെ മഖാമുണ്ട്. മഹാനായ ഇബ്നുൽ അബ്ബാസിൽ മിർസി തങ്ങളുടെ മഖാമിന്റെ തൊട്ട് മുമ്പിൽ ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ ഒന്ന് സിയാർത്ത് ചെയ്തു. ഞങ്ങളവിടെ കുറച്ച് ബുർദൊക്കെ ചൊല്ലി അവിടെ നിന്ന് ദുആ ചെയ്തു. ഇമാം ബുസീരി തങ്ങൾ അലക്സാൻഡ്രിയയിലാണ്. ظلمت سنة من أحيا الظلام إلى أن اشتكت قدماه الضر من ورمي. مولاي صل على حبيبك خير الخلق كلهم. وراودته الجبال الشم من ذهب، وراودته الجبال الشم من ذهب عن نفسه فأراها أيما شممي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وأكدت زهده في الدنيا ضرورته، إن الضرورة لا تعدو على العصم. مولاي صل على حبيبك خير. وكيف تدعو إلى الدنيا ضرورة من، وكيف تدعو إلى الدنيا ضرورة من، لولاه لم تخرج الدنيا من العدم. مولاي صل وسلم من أبدا على حبيبك خير الخلق كلهم. وشد من سغب أحشاءه وطوى، وشد من سغب أحشاءه وطوى، تحت الحجارة كاشحا مترف الأدم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. എന്താണ് പറയുന്നത്? وراودته الجبال الشم من ذهب. മഹാപർവ്വതങ്ങൾ വന്ന് നബിയോട് പറഞ്ഞു, നബിയേ, ഞങ്ങൾ സ്വർണമായി മാറിത്തരട്ടെയോ നബിയേ. عن نفسه فأراها أيما شممي. എനിക്കത് വേണ്ട എന്ന് അതിനോട് പറഞ്ഞവരാണ് റസൂലുള്ളാഹി തങ്ങൾ. എന്നാൽ തങ്ങൾ മുതലാളിയായിരുന്നോ? തങ്ങൾ കോടീശ്വരനായിരുന്നോ? അല്ല. وكيف تدعو وأكدت زهده في الدنيا ضرورته، إن الضرورة لا تعدو على العصم. എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് നബി തങ്ങൾക്ക്. അവിടുത്തെ ഭാര്യമാർ ചോദിക്കുന്നു, നബിയേ,
അങ്ങയുടെ കൂടെ ഇനി ഞങ്ങൾ ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം കിട്ടുമെന്ന് ഉറപ്പുവേണം നബിയേ. അങ്ങനെ ഹബീബിനോട് ഒരൽപ്പം കാർക്കശ്യത്തോടെ അവിടുത്തെ ഭാര്യമാർ ഹബീബായ നബി തങ്ങളോട് ഒരു വൈമനസ്യം കാണിച്ചിരുന്ന രംഗമുണ്ടായിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഒരു മാസത്തോളം അവരോട് മിണ്ടാതിരിക്കേണ്ടി വന്നു. എന്താ സമരം എന്നറിയോ? മുത്തുനബി വയറ് നിറയെ നിറച്ചു തിന്നിട്ട് വീട്ടുകാരെ പട്ടിണിക്കിടുകയല്ല. വീട്ടില് ദാരിദ്ര്യം, വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വീട്ടുകാരൻ ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടും. അങ്ങനെ ഉണ്ടാവും. വീട്ടുകാരൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കും. പറയേ ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വരികയാണ്. ചിലർ അങ്ങനെ ഉണ്ടാവും. വീട്ടിലില്ല എന്നുള്ള മൂപ്പര് കിട്ടുന്നുണ്ട്. അങ്ങനല്ലേ? എത്ര ആൾക്കാരുണ്ട്? മുത്തുനബിന്റെ അതല്ല, തങ്ങള് പട്ടിണിയാണ്, അത്ര പട്ടിണിടക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇതാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പറയുന്നത്. അവരെ കുറ്റപ്പെടുത്താനും വയ്യ. സ്വാഭാവികമായ മനുഷ്യന്റെ നിലനിൽപ്പിനാവശ്യമായ ഭക്ഷണം വേണം നബി, ഇത്രേ പറയുന്നുള്ളൂ. എല്ലാ വീട്ടിലും ഭക്ഷണം ഉണ്ടല്ലോ, തങ്ങളുടെ വീട്ടിൽ എന്താ ഇല്ലാത്തത്? ഞങ്ങൾക്ക് പട്ടിണി കിടക്കാൻ വയ്യ നബിയെ. ഇതാ പരാതി. അതിനല്ലാഹു ഇറക്കിക്കൊടുത്ത ആയത്തൊന്ന് കേൾക്കൂ. എന്താ പടച്ചോൻ പറയണമെന്നറിയോ? അതാ ഞാൻ ഓതി വെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബി, ഓ നബിയായവരെ, റസൂലേ, ഖുൽ ലി അസ്വാജിക, അങ്ങയുടെ ഭാര്യമാരോട് പറയൂ നബിയേ, ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ഈ ലോകവും ഈ ലോകത്തിന്റെ ആർഭാടവുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പെണ്ണുങ്ങളെ, ഫതആലൈന ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ, നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം. നിങ്ങൾ വേറെ ആരുടെയെങ്കിലും കൂടെ സന്തോഷത്തോടെ ജീവിച്ചോളൂ. ഞാൻ നിങ്ങളെ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കിത്തരാം. നിങ്ങൾക്ക് ദുന്യാവും ദുന്യാവിന്റെ ആർഭാടങ്ങളുമാണ് വേണ്ടതെങ്കിൽ. എന്താ ഉമ്മമാര് ചോദിച്ചതെന്നറിയണം. നമ്മളൊക്കെ എത്ര റാഹത്തിലാണ് മുഅ്മിനീങ്ങളെ. 4 പെണ്ണുങ്ങൾ പറയാം അവിടുത്തെ അത്ര നമ്മളെ വരക്കില്ലല്ലോ, ഓളുടെ അത്ര എന്റെ അടുത്തില്ലല്ലോ. നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഒരു നേരത്തെ ഭക്ഷണമാണ്. ആയിഷ ബീവി പറയും, 2 നേരം ഭക്ഷണം കഴിക്കുമ്പോ 2 നേരം തിന്നുകയോ? നമ്മളൊക്കെ 5 നേരം ചോറുന്നാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? 2 നേരം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ബീവി ചോദിച്ചു, ഞങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്ത് 1 നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളൊക്കെ 2 നേരം തിന്നാണോ എന്ന് ആയിഷ ബീവി ചോദിച്ചു. തങ്ങൾ വഫാത്തായി പിന്നെയും 40 കൊല്ലം ജീവിച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. പിന്നെയും 40 കൊല്ലം. എന്താ ഖുർആൻ പറഞ്ഞെന്നറിയോ? ഉമ്മമാർ അല്ലാഹുവിന്റെ റസൂലിനോട് പിണക്കമോ എന്റെ റസൂലിന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് സമരമോ ചെയ്യേണ്ടതില്ല. ഞാൻ നിങ്ങൾക്ക് ദുന്യാവ് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതിന്റെ ആർഭാടവുമാണ് വേണ്ടതെങ്കിൽ ഞാൻ നിങ്ങളെ ത്വലാഖ് ചൊല്ലിത്തരാം. നിങ്ങൾ സന്തോഷത്തോടെ ആരുടെയെങ്കിലും കൂടെ ജീവിച്ചോളൂ. ഉസർരിഹുകുന്ന വഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ. ഒന്നുകിൽ അങ്ങനെ, നീ പറയാം അടുത്ത ചോയ്സ്, വഇൻ കുൻതുന്ന തുരിദുനല്ലാഹ വറസൂലഹ്, നിങ്ങൾക്ക് അല്ലാഹുവും അവന്റെ റസൂലുമാണ് വേണ്ടതെങ്കിൽ, വദ്ദാറൽ ആഖിറ, പരലോകമാണ് വേണ്ടതെങ്കിൽ, ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അദീമാ, അല്ലാഹു നിങ്ങളിൽ നന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് സ്വർഗ്ഗലോകവും അതിനുള്ളിൽ കിടക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയാണ്. പട്ടിണിയാണെങ്കിൽ പട്ടിണി, വിശപ്പാണെങ്കിൽ വിശപ്പ്, ഇത് സഹിച്ചുകൊണ്ട് ഹബീബിന്റെ കൂടെ ജീവിക്കാൻ വേണമെങ്കിൽ ജീവിക്കാം. അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അത് വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഹബീബിനെ നിങ്ങൾ അവരെ ത്വലാഖ് ചൊല്ലിക്കോളൂ നബിയേ. ഈ ആയത്തിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി വിളിച്ചു ചോദിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചു. കാരണം കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ആയിഷ ബീവിയാണ്. കൂട്ടത്തിൽ മുമ്പൊരാൾ കല്യാണം കഴിക്കാതെ നബിതങ്ങളായിട്ട് ആദ്യം വിവാഹം ചെയ്യുന്ന ഒരു ഭാര്യയെ ഉണ്ടായിട്ടുള്ളൂ. അത് ഹബീബിന്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവി പോലും നബിതങ്ങൾക്ക് മുമ്പേ 2 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചവരായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിധവയായിരുന്നു. ആദ്യ ഭർത്താക്കന്മാരിൽ മക്കൾ ഉണ്ടായിട്ടുണ്ട് ഖദീജ ബീവിക്ക്.
ആയിഷ റളിയല്ലാഹു അൻഹയാണ് കൂട്ടത്തിൽ ചെറുത്. ആയിഷ ബീവിയെ വിളിച്ചു റസൂലുള്ളാഹി തങ്ങൾ. എന്നിട്ട് പറയുന്ന വാക്ക് നോക്കണം, സൗഇരിദു അലൈകി അംറാ. ആയിഷ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളോട്. ലാ തസ്തഅജിലി, ധൃതി പിടിച്ചൊന്നും മറുപടി പറയരുത്. ഹത്താ തസ്തശീരി അബവൈകി, നിങ്ങളുടെ ഉപ്പയോടും ഉമ്മയോടും ചോദിച്ച് ചർച്ച ചെയ്തിട്ട് മറുപടി തന്നാൽ മതി ആയിഷ. എന്നിട്ട് നബി തങ്ങൾ ഈ ആയത്തങ്ങോട്ട് ഓതിക്കൊടുത്തു. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക് ഇൻ കുൻതുന്ന തുരിദ്നൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ فتعالين أمتعكن وأسرحكن سراحا جميلا وإن كنتن تردن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما. ആയിഷ ബീവിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. നബി എന്താ പറഞ്ഞ? ആയിഷ ബീവി, ധൃതി പിടിച്ചു പറയണ്ട, ധൃതി പിടിക്കണ്ട. സ്വന്തം ഉപ്പയോടും ഉമ്മയോടും ആലോചിച്ചിട്ട് മറുപടി തന്നാൽ മതി. ഞാൻ നിങ്ങളെ ത്വലാഖ് ചൊല്ലിത്തരാം. ഓരോരുത്തരോടും നബി ഞങ്ങൾ പറയാൻ തുടങ്ങാണ്. നിങ്ങൾക്ക് എന്റെ കൂടെ ജീവിക്കണോ? പട്ടിണി കിടക്കേണ്ടി വരും. ഞാൻ പട്ടിണിയില്ല, നിങ്ങളും പട്ടിണി കിടക്കേണ്ടി വരും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബിന്റെ മുമ്പിൽ പറഞ്ഞു, അഫീക അസ്തശീർ, അങ്ങയുടെ കൂടെ ജീവിക്കണോ എന്നറിയാൻ എന്റെ വാപ്പയോടും ഉമ്മയോടും സമ്മതം ചോദിക്കേണ്ടതുണ്ടോ നബിയേ? ബൽ അഖ്താറുല്ലാഹ വറസൂലഹു, നബിയേ, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും തെരഞ്ഞെടുത്തു നബിയേ. ഞാൻ അങ്ങയുടെ കൂടെ എന്ത് വിശപ്പ് സഹിച്ചും ജീവിക്കാൻ ഒരുക്കമാണ്. ആദ്യത്തെ മറുപടി ആര് പറഞ്ഞു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ചോദിച്ചു, നബിയേ, ഈ ചോദ്യം എല്ലാ പെണ്ണുങ്ങളോടും അങ്ങ് ചോദിക്കാൻ പോവാണോ? അതെ. പിന്നെ ഞാൻ തന്ന മറുപടി അവരോടൊന്നും പറയരുതട്ടോ എന്ന് പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു. വല്ലാത്ത രസമാണ് ആയിഷ ബീവിയുടെ ആ ഒരു ഇന്നസെൻസ്, ആ ഒരു നിഷ്കളങ്കത. എനിക്ക് റസൂലിനെ വേണം, വേറെല്ലോലൊക്കെ വേണമെങ്കിൽ പോയിക്കോട്ടെ, എനിക്ക് എന്റെ റസൂലിനെ വേണം എന്നാഗ്രഹിച്ച മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. എന്നിട്ടാണ് ചില ആൾക്കാർ ഇങ്ങനെ ഫേസ്ബുക്കിൽ കയറിയിട്ട് മുത്തുനബി ചെറിയ പ്രായക്കാരിയെ ആയിഷ ബീവി കല്യാണം കഴിച്ചു. ആയിഷ ബീവിക്ക് നബീനെ ഇഷ്ടമായിരുന്നു, പിന്നെ എന്തിനാ കൂട്ടരെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണം? ആയിഷ ബീവിക്ക് നബിയെ 100% ഇഷ്ടമാണ്. എന്റെ റസൂലിനെ എനിക്ക് വേണമെന്ന് ആയിഷ ബീവി വല്ലപ്പോഴും പറഞ്ഞു എന്റെ ഭർത്താവ് പ്രായമുള്ള ആളാണെന്ന്. ബീവിക്ക് തോന്നി, പിന്നെ എന്തിനാ നിങ്ങളതിനെ ടെൻഷൻ അടിക്കുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സന്തുഷ്ടയാണ്. ഇനി പറയാൻ പോകുന്ന സംഭവങ്ങളൊക്കെ കേൾക്കൂ, അത്ഭുതപ്പെട്ടു. അന്നതൊരു വിഷയമല്ല, ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന്. ആയിഷ ബീവി പറഞ്ഞു, നബിയേ, എന്റെ അഫീക അസ്തശീർ, അങ്ങയെ വേണോ പരലോകം വേണോ എന്ന വിഷയത്തിൽ എനിക്ക് എന്റെ വാപ്പയോടും ഉമ്മയോടും ചോദിക്കേണ്ടതില്ല നബിയേ. ബൽ അഖ്താറുല്ലാഹ വൽ ആഖിറ വറസൂല, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും തെരഞ്ഞെടുത്തു. എന്നിട്ട് നബി തങ്ങൾ ഓരോരോ ഭാര്യമാരോടും ചോദിച്ചു ഇതേ ചോദ്യം. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് റസൂല് മതി, ഞങ്ങൾക്ക് ആഖിറം മതി, ഞങ്ങൾക്ക് അല്ലാഹു മതി. നബിയെ, ഞങ്ങളെ ത്വലാഖ് ചൊല്ലരുത്. ഞങ്ങൾ വിശപ്പെങ്കിൽ വിശപ്പ്, പ്രയാസമെങ്കിൽ പ്രയാസം, പട്ടിണിയാണെങ്കിൽ പട്ടിണി, അങ്ങനെ കടന്ന് ജീവിച്ചോളാം. ഞങ്ങൾക്ക് ആഖിറം വേണം, ഞങ്ങൾക്ക് പരലോകം വേണം, ഞങ്ങൾക്ക് അല്ലാഹ് വേണം, റസൂല് വേണം. ഇതാണ് 9 സംഭവങ്ങളിലെ ഒരു സംഭവം. റിദ്വാനുല്ലാഹി അലൈഹിന്ന അജ്മഈൻ. ഇത് ഞാൻ പറയുന്നത് നമുക്ക് കിടന്നുറങ്ങാൻ ഒരു കിടപ്പായോ, കിടന്നുറങ്ങാൻ ഒരു ചെറിയ സൗകര്യമോ, അന്നന്ന് വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും ഭക്ഷണമോ നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര വലിയ സൗഭാഗ്യവാന്മാരാണ്. മൻ അസ്ബഹ ഫീ സിർബിഹി ആമിന മുആഫൻ ഫീ ജസദിഹി വഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ ബിഹദാഫിരിഹാ. നബി തങ്ങൾ പറയുന്നു, ഈ ലോകമൊന്നാകെ കയ്യിൽ കിട്ടുന്ന ചില ആളുകളുണ്ട്. ലോകമൊന്നാകെ, ലോക ബാങ്കിലെ പൈസ മാത്രമല്ല, ബാങ്കുകളുടെ പൈസ മുഴുവൻ, ലോകത്തെ സ്വർണമായ ജ്വല്ലറുകളുടെ സ്വർണം മുഴുവൻ നിങ്ങളെ കയ്യിൽ, അങ്ങനെ കിട്ടുന്ന ഒരവസ്ഥ ആരാന്നറിയോ? മൻ അസ്ബഹ ഫീ സിർബിഹി ആമിന. ആരാണോ അവനവന്റെ വീട്ടിൽ നേരം പുലരുമ്പോൾ വീട് പൊളിഞ്ഞു വീഴാതെ സുരക്ഷിതമായി നേരം പുലർന്നത്. ഇന്നിപ്പോ ആരുടെങ്കിലും പുര പൊളിഞ്ഞാടിയെന്ന് ഇവിടെ മീഞ്ചിറയിലെ ആരുടെങ്കിലും വീട് പൊളിഞ്ഞാടിയോ? ഇല്ലല്ലോ. മുആഫൻ ഫീ ജസദിഹി, ശരീരത്തിന് കാര്യമായ അസുഖങ്ങളൊന്നുമില്ല,
എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ ഈ സൂര്യോദയം വരെ, ഈ രാത്രി കഴിയുന്നത് വരെ കഴിയാനുള്ള ഭക്ഷണം ഇന്നത്തേത് അവന്റെ കയ്യിലുണ്ട്. ഇന്നത്തെ, നാളേക്ക് അതൊന്നുമില്ല, ഇന്നത്തേക്കുണ്ട്. നാളെ അല്ലാഹു അലം. ഇന്ന് കഴിയാനുള്ള ഭക്ഷണമുണ്ട്. വീടിന് കുഴപ്പമില്ല, അത് സ്വന്തമാകട്ടെ വാടകക്കാവട്ടെ എവിടെയാവട്ടെ, സ്വന്തം കിടപ്പാടം കുഴപ്പം പറ്റിയിട്ടില്ല. ശരീരത്തിന് കാര്യമായ അസുഖമില്ല. ഈ 3 വിശേഷണങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ എന്താ നബി പറഞ്ഞത്? ഈ ലോകത്തിന്റെ സർവ്വസുഖങ്ങളും അതിന്റെ വേരോടെ നിങ്ങളുടെ കൈകളിൽ കൊണ്ടു തന്നതിന് തുല്യമാണത്. ആരോഗ്യത്തെക്കാൾ വലിയ നിഅമത്തുണ്ടോ? ഒരു ദിവസം ഭക്ഷണം കഴിക്കുക, നാളത്തെ ഭക്ഷണം ഒരു മുതലാളിയാന്ന് വിചാരിച്ചിട്ട് 4 ആഴ്ചത്തേക്കുള്ളത് തിന്നാൻ പറ്റുമോ? ഇല്ലല്ലോ. ആമാശയത്തിന് ഒരു പരിധിയില്ലേ? ഇന്നത്തേക്കുള്ളത് ഇന്ന് കഴിക്കാൻ പറ്റുള്ളൂ. അൽഹംദുലില്ലാഹ്. കയറി കിടക്കാൻ ഒരിടമുണ്ട്, ഇന്നത്തേക്ക് ഭക്ഷണമുണ്ട്, തടിക്ക് കാര്യമായ അസുഖമൊന്നുമില്ല. ഈ ലോകം മുഴുവൻ കയ്യിൽ കിട്ടിയവനെ പോലെയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളൊക്കെ എത്ര വലിയ മുതലാളിമാരാണ്. നമ്മളത് ആലോചിക്കണം. ഉമ്മമാര്, ഭാര്യമാര്, പെങ്ങന്മാര്, സഹോദരിമാര്, കല്യാണം കഴിഞ്ഞവര്, കഴിയാൻ പോകുന്നവര്, വീടുള്ളവരില്ലാത്തവരെല്ലാം അള്ളാഹുവിന്റെ വലിയ നിഅമത്തുകളെ കുറിച്ച് ഓർമ്മ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിനുള്ളിൽ കിടക്കുന്ന ചിരിയും ചിന്തയും വിടർത്തുന്ന അനുഭവങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മൾ. മുത്തുനബി തങ്ങൾ പരിശുദ്ധമായ ഹജ്ജിന്റെ സമയത്ത്, ഹജ്ജത്തുൽ വിദാഇൽ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ബീവിയും സഫിയ ബീവിയും തമ്മിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നബി തങ്ങൾ അതിനെ പരിഹരിക്കാൻ പോവുകയാണ്. സംഭവം മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ വളരെ മനോഹരമായി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ്. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അൻത തസ്ഉമു അന്നക റസൂലുള്ളാഹ്, നിങ്ങളാണോ നബിയെ അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറയുന്ന ആള് എന്ന് ചോദിക്കുകയും ആ ചോദ്യം സന്തോഷത്തോടെ നബി തങ്ങൾ സ്വീകരിക്കുകയും ആ ചോദ്യം ചോദിക്കുന്നത് കേട്ടിട്ട് അള്ളാന്റെ റസൂല് ചോദിച്ചു ആയിഷ ബീവിയോട്, അഫീദാലിക ശക്കുൻ യാ ആയിഷ, ഞാൻ അള്ളാന്റെ റസൂലാണെന്നതിന് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ ആയിഷ എന്ന് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞതിന്റെ പേരിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിയുടെ മുഖത്ത് കൈകൊണ്ടടിച്ച ഒരു നേരമുണ്ട്. ഈ പറയുന്ന സംഭവങ്ങളെല്ലാം പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കൊണ്ട് പെണ്ണുങ്ങൾ പറഞ്ഞു പോകുന്നത്. അവര് മോശക്കാരികളായതുകൊണ്ടല്ല. പെട്ടെന്നൊരു ദേഷ്യം വരുമ്പോ ആ ദേഷ്യം വരാനുണ്ടായ സന്ദർഭം എന്താണ്, എന്തായിരുന്നു അതിന്റെ കാരണം എന്ന് പറയാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ കഥ പറയുന്നുണ്ട്. ഇതിന്റെ രസം അതാണ്. അവരെന്നെ പറയും അവർക്കുണ്ടായ അനുഭവങ്ങൾ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞു അടി കിട്ടിയ കഥ. ഒന്നിലേറെ സംഭവങ്ങളുണ്ട് വാപ്പയുടെ നിന്ന് അടി കിട്ടിയത്. കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെ അമ്മോശന്മാരങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത പരിപാടി പാടില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കണം, കുട്ടികളൊക്കെ ഒന്ന് നോക്കണം, അവരുടെ എങ്ങനെയാ പെരുമാറ്റങ്ങൾ, റാഹത്താണോ, പ്രശ്നങ്ങളുണ്ടോ, പരിഹരിക്കാൻ അമ്മോശന്മാർ ഇടപെടണം. പെണ്ണിന്റെയും ആണിന്റെയും വീട്ടുകാർ പരസ്പരം സഹകരിക്കണം. അള്ളാന്റെ റസൂൽ ഇവരെയൊക്കെ എങ്ങനെയാണ് മനോഹരമായി കൊണ്ടുപോകുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഹജ്ജത്തുൽ വിദാ നടക്കുമ്പോൾ അള്ളാന്റെ റസൂൽ ഒരു ഹജ്ജാണ് ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാനത്തെ ഹജ്ജ്. ആ ഒരു ഹജ്ജ് നടക്കുമ്പോ നബി തങ്ങളുടെ 9 ഭാര്യമാരും ഹബീബിന്റെ കൂടെ ഹജ്ജിന് വന്നിട്ടുണ്ടെന്നാണ്. എല്ലാ ഭാര്യമാരെയും ഹജ്ജിന് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ആ യാത്രയിൽ ഓരോരുത്തരുടെയും സമയ രാത്രി ഏതാണോ ആ രാത്രി അവരോടൊപ്പം നബി തങ്ങൾ ആ ടെന്റിലായിരിക്കും കിടന്നുറങ്ങുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുകയാണ്. എന്റെ ഒട്ടകം, എനിക്ക് ലഗേജ് വളരെ കുറവാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയും, എന്റെ ലഗേജ് വളരെ കുറവാണ്. വകൻ കുൻതു അലാ ജമലിൻ നാജ്, എന്റെ ഒട്ടകമാണെങ്കിലോ വേഗം നടക്കുന്ന നല്ല ആരോഗ്യമുള്ള ഒട്ടകമാണ് എന്റെ വാഹനം. എന്നാൽ സഫിയ ബീവി റളിയല്ലാഹു അൻഹാ ഖാന മതാഉ സഫിയ ഫീഹി തിഖലുൻ, സഫിയ ബീവിയുടെ ലഗേജിന് ഇച്ചിരി ഭാരമുണ്ട്. നബി തങ്ങളുടെ ഭാര്യയാണ് സഫിയ ബീവി, അറിയണം. സഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹ അവര് ജൂത കുടുംബത്തിൽ ജനിച്ചവരാണ്, വാപ്പ ജൂതനാണ്. പക്ഷേ സഫിയ ബീവി മുസ്ലിമായി അല്ലാഹുവിന്റെ റസൂൽ വിവാഹം ചെയ്ത പെണ്ണാണ്, മഹദിയാണ്. നമ്മുടെ ഉമ്മയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ
സഫിയ ബീവിയെ മറ്റു ഭാര്യമാരെ കിടക്ക് ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വീപ്പാക്കും. ഈ ജൂതന്റെ മോളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത രസായിരുന്നു. സഫിയ ബീവി കരയും, നബി തങ്ങൾ ചെന്ന് സമാധാനിപ്പിക്കും. അങ്ങനെ ഉണ്ടായ 1-2 സംഭവങ്ങൾ നമുക്ക് ഇന്ന് തന്നെ ചർച്ചയ്ക്ക് വരും. ഇവിടെ സംഭവം അതല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒട്ടകം നല്ല ഉഷാറുള്ള ഒട്ടകം. ബീവിക്ക് ലഗേജ് കുറവാണ്. ഗൾഫൊക്കെ പോകുമ്പോൾ എന്തേ ലഗേജ് ഉണ്ടോ? ഒന്നുമില്ല. ഞാൻ ചെറിയ സാധനം കൊണ്ടുവരട്ടോ, ആകെ 25 കിലോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരുത്തം കൊണ്ടുവരും 10 കിലോ, അയലോക്കാർ കൊണ്ടുവരും 10 കിലോ ഇപ്പുറത്ത്. ഇവിടെ നിന്നൊരു 7 കിലോ. ഇവന്റെ ഡ്രസ്സ് തന്നെ കൊണ്ടുപോകാൻ പറ്റൂല. അവസാനം അയലോക്കാരായിട്ട് തെറ്റലാണ്. അങ്ങനെയല്ല ഉണ്ടാവൂലേ? അത് കണ്ടറിഞ്ഞാൽ മതി. ഒരു മനുഷ്യന് എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടാവും, നമ്മൾ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ. അപ്പോ സഫിയ ബീവിയുടെ ലഗേജ് വളരെ കൂടുതലാണ്, ഭാരമുള്ള ലഗേജാണ്. ആയിഷ ബീവിന്റെ ലഗേജ് കുറവാ. സഫിയ ബീവിന്റെ ഒട്ടകാണെങ്കിലോ അല ജമലിൻ സിഫാലിൻ, അത് സിഖാൽ എന്ന് തോന്നിപ്പോകും, പക്ഷെ സിഫാലിൻ വളരെ സ്ലോയില് പോകുന്ന ഒട്ടകാണ്. ആ ഒട്ടകാണെങ്കിലോ വലിയ ഭാരമൊന്നും ചുമക്കാനെ കൊണ്ട് കഴിയില്ല. ബീവിക്കാണെങ്കിലോ ലഗേജ് കൂടുതലാ. അപ്പൊ നബി തങ്ങൾ പറയാണ്, ആയിഷ ഒരു കാര്യം ചെയ്യാ, നിങ്ങൾക്ക് ലഗേജ് കുറവല്ലേ, നിങ്ങളുടെ ലഗേജ് സഫിയ ബീവിന്റെ ഒട്ടകത്തുമ കിടക്കട്ടെ, സഫിയ ബീവിന്റെ ലഗേജ് നിങ്ങളുടെ ഒട്ടകപ്പുറത്ത് കിടക്കട്ടെ. ഇങ്ങനെ ഒരു കാര്യം നബി തങ്ങൾ പറഞ്ഞതാണ് ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവാൻ കാരണമാകുന്നത്. എന്താ സംഭവം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞ് മടങ്ങുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ ഒട്ടകം വേഗം നടക്കുന്ന അലാ ജമലിൻ നാജ്, വേഗം ഓടി നടക്കുന്ന ഒട്ടകമാണ് എന്റേത്. സഫിയ ബീവിയുടെ ഒട്ടകമാണെങ്കിലോ അലാ ജമലിൻ സിഫാൽ, ഐ ദഈഫിൻ ബതീഇൻ ഫിൽ മശി, മെല്ലെ പോകുന്ന ഒരു ഒട്ടകമാണ് സഫിയ ബീവിയുടേത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹവ്വിലൂ മതാഅ ആയിഷ അലാ ജമലി സഫിയ വഹവ്വിലൂ മതാഅ സഫിയ അലാ ജമലി ആയിഷ. എന്നാ പിന്നെ സഫിയ ബീവിയുടെ ഒട്ടകം മെല്ലെ പോകുന്ന ഒട്ടകല്ലേ, അത് പാവം ദുർബലമായ ഒട്ടകമാണ്. സഫിയ ബീവിയുടെ ലഗേജ് ഭാരമുണ്ട്. ആ ലഗേജ് ആയിഷ ബീവിന്റെ ഒട്ടകപ്പുറത്താവട്ടെ. ആയിഷ ബീവിയുടെ ലഗേജ് ആരുടെ ഒട്ടകപ്പുറത്ത്? സഫിയ ബീവിയുടെ. അങ്ങനെ ഒന്ന് മാറ്റിക്കോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്കത് പിടിച്ചില്ല. കാരണം ഇവരൊക്കെ സഹഭാര്യമാരാണ്. ചക്കോളത്തി പോരെന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ സംഭവം. എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവിന്റെ സ്നേഹം എനിക്ക് മാത്രം കിട്ടണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല പറയല്. 2 പെണ്ണിട്ടോ മരിക്കണ നേരത്തെ വരെ വെള്ളം കിട്ടാതെ മരിച്ചോ എന്നാ പറയല് അല്ലെ. അപൂർവം കേസല്ല. ഓള് പറയും, നീ കൊടുത്തേക്ക് ഇവളും പറയും. 2 കൊടുക്കാതെ ഇയാൾ മരിക്കലാണ് ഉണ്ടാവല്. പക്ഷേ നല്ല നിലക്ക് സ്നേഹത്തോടെ ഒരു വീട്ടിൽ കഴിയുന്ന ഭാര്യമാരുണ്ട്, 1-ലേറെ ഭാര്യമാർ വളരെ സ്നേഹത്തോടുകൂടെ. അങ്ങനെയുണ്ട്, അപൂർവമാണെന്ന് മാത്രം അല്ലെ. വമല്ലഹു സൗജതാനി സഅതാ ഖുലുഖൻ വലം യജിദ് മിൻഹുമാ യൗമൻ അലാ തറബി കനംലത്തിൻ ദബ്ദബത് മശിയൻ അലാ ഖശബി വജാനിബാഹു അലാ നാരിൻ ഖദിൽ തഹബാ. അങ്ങനെയാണെന്നാ. 2 പെണ്ണ് കെട്ടിയൊരു ചെറിയ വടിന്റെ മീതെ നടക്കുന്ന ഈച്ചയെ പോലെ താഴെയും സൈഡിലൊക്കെ തീയാണ്. ആ ഈച്ച ഇങ്ങനെ മേലോട്ട് നടക്കുമ്പോ 2 ചിറവും കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന ഒരു ഈച്ചയെ പോലെയാണ് ഒരു സമാധാനം കിട്ടാത്ത 2 ഭാര്യമാരുള്ള ആള്. സമാധാനം ഉള്ളവരുണ്ടായിരിക്കാം കേട്ടോ, അതിനെ പറ്റിയല്ല പറയണത്. ഇപ്പൊ 2 എല്ലാം കഴിച്ച നമ്മുടെ കാരണവന്മാരൊക്കെ ഉണ്ടാവും, പോലൊന്നും മോശാക്കാൻ വേണ്ടി പറയല്ലേ. പക്ഷെ അധികം പെണ്ണുങ്ങൾക്കും അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാറില്ല. ഞാൻ ഇപ്പൊ അതിനെപ്പറ്റി വേറെ പറയണില്ല. അപ്പൊ അത് നിങ്ങളുടെ സൗകര്യം കൂടെ ചെയ്തേക്ക്. ശറഅ് ഹലാലാക്കിയത് ഹറാമാക്കാനും നമുക്ക് പറ്റില്ല, ഹറാമാക്കിയത് ഹലാലാക്കാൻ നമുക്ക് പറ്റില്ല അല്ലെ. ലാ ഉഹല്ലിലു ഹറാമൻ വലാ ഉഹർരിമു ഹലാലൻ. അപ്പോ മുത്തനബി തങ്ങളുടെ ഭാര്യമാരിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് അത് വല്ലാതെ പിടിച്ചില്ല. എന്തിനാ ഇപ്പൊ സഫിയ ബീവിന്റെ ലഗേജ് ഞാൻ കൊണ്ടടക്കണത് എന്നാണ് ആയിഷ ബീവി ആലോചിച്ചത്. ബീവി എന്താ പറയണെന്നറിയോ? ഈ പറയുന്ന വാക്കാണ് രസം. ആയിഷ ബീവി പറയാ, ഞാൻ പറഞ്ഞു, യാ ലഇബാദില്ലാഹ്, അള്ളാന്റെ പടപ്പുകളെ, ഗലബത്നാ ഹാദിഹിൽ യഹൂദിയ്യതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ യഹൂദി പെണ്ണിനെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങിയല്ലോ പടച്ചോനെ എന്ന് പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. എവിടെ സഫിയ ബീവി യഹൂദിയല്ല, അവര് 1-ാം നമ്പർ മുഅ്മിനത്താണ്. പക്ഷേ മുമ്പ് യഹൂദിയത്തായിരുന്നു, ഇസ്ലാമിലേക്ക് അങ്ങണ്ടല്ലോ. പുതുമുസ്ലിം ആകുമ്പോ ഒരു പക്ഷേ ചില നാടുകളിലെങ്കിലും ഒരു വേറിട്ട് കാണുന്ന ഒരവസ്ഥ. അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പെണ്ണുങ്ങളെ കിട്ടൂല. അങ്ങനൊന്നും ആയിപ്പോവരുത്, അങ്ങനെ കാണാനും പാടില്ല. ആയിഷ ബീവി ഒന്നും അങ്ങനെ കണ്ടിട്ടുമില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോ ആയിഷ പറഞ്ഞു, യാ ലഇബാദില്ലാഹ്,
പടച്ചോനെ, പടപ്പുകളെ കണ്ടോ, ഗലബത്നാ ഹാദിഹിൽ യഹൂദിയ്യതു അലാ റസൂലില്ലാഹ്, എന്റെ റസൂലുള്ളാഹിന്റെ അടുത്ത് ഈ യഹൂദി പെണ്ണിന് ഞങ്ങളെക്കാളൊക്കെ സ്ഥാനമുണ്ടല്ലോ. സഫിയ ബീവി പറഞ്ഞ കാര്യം സഫിയ ബീവിക്ക് അനുകൂലമായിട്ടാണ് ഇവിടെ നടക്കാൻ പോണത്. അത് പിടിച്ചില്ല ആയിഷ ബീവിക്ക് റളിയല്ലാഹു അൻഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ഈ മഹദിയായ സഫിയ ബീവിയെ യഹൂദിയായ മോളെ, യഹൂദിയുടെ മോളെ എന്ന് ഒരിക്കൽ ഹഫ്സ ബീവി വിളിച്ചിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോള്. ഒരിക്കൽ സൈനബ് ബിൻതു ജഹ്ഷ് എന്നവരും വിളിച്ചു റളിയല്ലാഹു അൻഹ. നമ്മുടെ ഉമ്മമാരാണ് രണ്ടുപേർ. അവരുടെ ഇടയിലുണ്ടായ ചെറിയ ചെറിയ വിഷയങ്ങൾ. ഇപ്പൊ വിളിച്ചതാരാ? ആയിഷ ബീവിയാണ്. അള്ളാന്റെ റസൂലിന്റെ അരികത്ത് യഹൂദി പെണ്ണ് നമ്മളെയൊക്കെ ബാക്കിലാക്കി അവൾക്ക് സൗകര്യമായി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുന്നു. എന്നിട്ട് നബി തങ്ങളോട് ആയിഷ ബി പറയുന്ന വാക്കെന്താണെന്നറിയോ? ബീവി പറഞ്ഞു, അലസ്ത തസുഉമു അന്നക റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ റസൂലാണെന്ന് വാദിക്കുന്ന ആളല്ലയോ നബിയേ? വാദിക്കാന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് വാദിക്കുന്നത് മാത്രമല്ല, സഅമ എന്ന് പറയുമ്പോ മുതഅല്ലിമിലേക്കുന്നോട് പറയാ, സഅമ എന്ന് പറയുമ്പോ ഹഖീഖത്തില്ലാത്ത, യാഥാർത്ഥ്യം അങ്ങനെയല്ല, വെറുതെ വാദിക്കുക എന്ന ആശയത്തിൽ വരാറുണ്ട്. പക്ഷെ സഅമ എന്ന് പറഞ്ഞാൽ ഹഖീഖത്ത് ഉള്ള വിഷയത്തെ സംബന്ധിച്ചും പറയാറുണ്ട്. അന്ന് ഇമാം ഇബ്നു സഅലബയുടെ ഹദീസുണ്ട്, സഅമ റസൂലുക, നബി ഞങ്ങളോട് പറയാം, നബിയെ നിങ്ങളുടെ ദൂതൻ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സഅമ ചെയ്യുന്നു, വാദിക്കുന്നു, ഞങ്ങൾക്ക് 5 നേരം നിസ്കാരമുണ്ട്, അത് ശരിയാണോ? സഅമ റസൂലുക എന്നൊക്കെ പറഞ്ഞ് അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വദഖ, ആ സഅമ ചെയ്തത് ശരിയാണ്. സഅമ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് വാദിക്കുക എന്നല്ല, ഉള്ളതിനെ സംബന്ധിച്ചും അങ്ങനെ പറയപ്പെടാറുണ്ടെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സഅമ എന്നത് ഹഖീഖത്തുള്ള സിദ്ഖായ വിഷയത്തെ സംബന്ധിച്ച് പറയും. ഇരിക്കട്ടെ, ആയിഷ ബി പറയാണ്, അതസുഉമു, ഹബീബായ നബി തങ്ങളോട് പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങളോട്, അലസ്ത തസുഉമു അന്നക റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലെ, നിങ്ങൾ റസൂലാണെന്ന് വാദിക്കുന്ന ആളല്ലയോ? എന്താണ് ചോദിക്കുന്നറിയോ? അപ്പൊ നീതി വേണ്ടേ? റസൂല് നീതി ചെയ്യണ്ടേ? ഇതെന്താ? എന്റെ ഒട്ടകപ്പുറത്ത് എന്റെ സാധനല്ലേ വെക്കാൻ പറ്റുള്ളൂ? സഫിയാന്റത് എന്റെ ഒട്ടകപ്പുറത്ത് എന്ത് വെക്കുന്നത്? എന്ത് നീതിയാണ്? നിങ്ങൾ റസൂലല്ലേ നബിയെ? അലസ്ത തസുഉമു അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആളല്ലേ? എന്നിട്ട് നീതി പാലിക്കണ്ടേ? സഫിയ ബീവിന്റേത് എന്റെ ഒട്ടകപ്പുറത്തോ എന്ന് പറഞ്ഞപ്പോ ഫതബസ്സമ, എന്റെ റസൂല് പുഞ്ചിരിക്കുകയാണുണ്ടായത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. എന്തൊരു ഗൗരവമുള്ള ചോദ്യമാണ് ചോദിച്ചത്. മുത്തുനബി ഒരു ദിവസം കാണാനില്ലാണ്ടായിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയെ തപ്പുകയാണ് റൂമിൽ. അപ്പൊ നബി തങ്ങൾ നിസ്കരിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ തപ്പി നോക്കുമ്പോ നബി തങ്ങൾ അടുത്തുണ്ട്. നബി തങ്ങൾ പായയിൽ നിന്ന് വരപ്പം നീങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ തപ്പി നബി തങ്ങളുടെ കണ്ണുമ്മ മുഖത്ത് കൈ കൊണ്ടപ്പോഴാണ് നബി തങ്ങൾ ഉണരുന്നത്. തങ്ങൾ ചോദിച്ചു, ആയിഷ, അജാക്കി ശൈത്താനുക്കി, നിങ്ങളെ മറ്റേ ശൈത്താൻ വന്നല്ലേ, ഞാൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ശൈത്താൻ വന്നോ? ആയിഷ ബീവി തിരിച്ച്, അമാലൊക്കെ ശൈത്താൻ, അങ്ങക്ക് ശൈത്താനല്ലേ നബിയെ? പറഞ്ഞു, ബല, ഉണ്ട്, വലാകിന്നഹു അസ്ലം, എന്റെ ശൈത്താൻ മുസ്ലിമാണ്, ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, അവൻ എന്നോട് നന്മയെ കൽപ്പിക്കുകയുള്ളൂ. എന്നാ ഉറങ്ങല്ലേ? ആ ഉറങ്ങാ, കഴിഞ്ഞു. നമ്മളെ നാട്ടിലാണെങ്കിൽ അമ്മോച്ചനെ വിളിച്ചു വരുത്തി, അമ്മായിമാനെ കൊണ്ടുവന്നാൽ ഫയർ ചെയ്ത് എന്തൊക്കെ കുൽമാലുണ്ടാവും. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുക, ആയിഷ ബീവിയോട്. ആയിഷ ബീവിക്ക് സംശയം, നബി തങ്ങളുടെ റൂമിൽ നിന്ന് പോയി മറ്റു ഭാര്യമാരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ? അപ്പൊ നബി ചോദിക്കുക, ആയിഷ, അജാഅകി ശൈത്വാനുക്കി, നിങ്ങൾ ശൈത്താൻ വന്നല്ലേ ആയിഷ ഈ ഫാതിര നേരത്തെ? അതാ ഈ തപ്പി നോക്കണതല്ലേ? അമാലൊക്കെ ശൈത്താൻ, നിങ്ങൾക്ക് ശൈത്താനല്ലേ നബിയെ? അപ്പൊ എല്ലാ മനുഷ്യന്മാരുടെ കൂടെയും ഒരു പിശാച്ചും ഒരു മലക്കുമുണ്ടെന്നാണ്. നമ്മുടെ നന്മയിലേക്ക് ക്ഷണിക്കാൻ മലക്കുണ്ട്, പിശാച്ചിലേക്ക്, തിന്മയിലേക്ക് ക്ഷണിക്കുന്ന, പൈശാചികതയിലേക്ക് ക്ഷണിക്കുന്ന പിശാച്ചുമുണ്ട്. എല്ലാവർക്കും ഉണ്ട്, നബിതങ്ങൾക്കുമുണ്ട്. പക്ഷേ നബിതങ്ങളുടെ ശൈത്താൻ മുസ്ലിമായിട്ടുണ്ട്. ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ എന്ന് റസൂലുള്ളാഹി തങ്ങൾ. കാര്യങ്ങൾ നബിന് ഉറങ്ങല്ലേ? ആ കഴിഞ്ഞു, ആ പ്രശ്നം അവിടെ തീർന്നു. മുത്തുനബിയോട് ചോദിക്കുന്നു, അലസ്ത തസുഉമു അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ റസൂലുള്ളായാണെന്ന് പറയുന്ന ആളല്ലേ നബിയെ? ഇതെന്ത് നീതിയാണ്? എന്റെ ഒട്ടകപ്പുറത്ത് എന്റെ ലഗേജ് എന്നെ പോരെ, പിന്നെ എന്തിനാ സഫിയാന്റേത് സഫിയായുടെ ഒട്ടകപ്പുറത്ത് കിടക്കട്ടെ, എന്റെ ഒട്ടകപ്പുറത്ത് എന്തിനാ സഫിയായുടെ ലഗേജ് കൊണ്ടുവന്ന് വെക്കുന്നത്? നീതിയാണോ? ഇതാ ചോദിക്കുന്നത്.
അള്ളാന്റെ റസൂല് പുഞ്ചിരിക്കുകയാണുണ്ടായത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, അഫിയ ശക്കുൻ അൻസി യാ ഉമ്മ അബ്ദില്ലാഹ്. ഉമ്മു അബ്ദില്ലാഹ്, ആയിഷ ബീവി അങ്ങനെ വിളിക്കുക, അബ്ദുല്ലാന്റെ ഉമ്മ. ബീവിക്ക് കുട്ടികളില്ല, പക്ഷെ അബ്ദുള്ള എന്നത് സഹോദരിയായ അസ്മാ ബീവിന്റെ മോനാണ്. അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരെ ആയിഷ ബീവിയുടെ കൂടെയാണ് വളർന്നത്. അവരെ വല്ലാത്ത ഇഷ്ടമായിരുന്നു ആയിഷ ബീവിക്ക്. അതുകൊണ്ട് ഉമ്മു അബ്ദില്ല, അബ്ദുള്ളയുടെ ഉമ്മ എന്ന് പറയപ്പെടാറുണ്ട് ആയിഷ ബീവിയെ. നബി തങ്ങൾ പറഞ്ഞു, അഫിയ ശക്കുൻ അൻതി യബ്ന ഉമ്മി അബ്ദില്ല. ആയിഷ, നിങ്ങൾക്ക് എന്റെ വിഷയത്തിൽ സംശയമുണ്ടോ? വസമിഅനി അബൂബക്കർ. ആയിഷ ബീവി പറയാ, ബാപ്പ കേട്ടു എന്നാണ് പറയണത്. അബൂബക്കർ എന്നവര് ഞാൻ ഈ പറയുന്ന എന്റെ ഡയലോഗ് കേട്ടു. വകാന ഫീഹി ഗർബുൻ. സിദ്ദീഖ് എന്നവരാണെങ്കിലോ ദേഷ്യം പിടിച്ചാൽ പിന്നെ വല്ലാത്ത ദേശക്കാരനാണ്. ഫഅഖ്ബല അലയ്യ വലതമ വജ്ഹി. എന്റെ അരികത്തേക്ക് വരികയും എന്റെ മുഖത്തടിക്കുകയും ചെയ്തു എന്റെ വാപ്പ. ഞാൻ അള്ളാന്റെ റസൂലിനോട് ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ വാപ്പ വന്ന് എന്റെ മുഖത്തടിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിച്ചപ്പോ നബി തങ്ങൾ പറയുന്നു, മഹ്ലൻ യാ അബൂബക്കർ. അബൂബക്കറെ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? അടിക്കല്ലേ അബൂബക്കറെ, അടിക്കല്ലേ, അടിക്കല്ലേ ബീവി, അടിക്കല്ലേ. അള്ളാന്റെ റസൂലിനോട് നിങ്ങൾ നബിയാണെന്ന് പറയുന്ന ആളല്ലേ എന്ന് ചോദിക്കാൻ പാടുള്ളതോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തിന്റെ ഗുരുവിനോടാണ് ചോദിക്കുക. എന്തിനാണ് ഇതൊക്കെ അറിയുമോ? വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഏതൊരു മനുഷ്യനും സ്വാഭാവികമായും പെട്ടെന്നുണ്ടാകുന്ന ഒരു ദേഷ്യത്തിൽ ഏത് പുരുഷനും റിയാക്ട് ചെയ്തു പോകും. നമ്മളൊക്കെ അങ്ങനെയല്ലേ? വെറുതെ ഇരിക്കുന്നവന്റെ മൂക്കത്ത് പോയി തോണ്ടിയ ദേഷ്യം വരൂലേ? അപ്പൊ എന്തെങ്കിലും ചെയ്യൂലേ? പക്ഷേ നബിതങ്ങൾ ഹബീബിന്റെ മുമ്പിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ട് പുഞ്ചിരിക്കാൻ കഴിയുന്നത് നബിയെ, അങ്ങ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയെ. ഇത് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണ്ടേ? അപ്പോഴല്ലേ അറിയുള്ളൂ. ആള് വലിയ ഔദാര്യവാനാണെന്ന് പറയാം. മൂപ്പരോട് ഇതുവരെ ഒരു കാര്യം ആരും പോയി പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ഔദാര്യവാനാണെന്നറിയാം? മദ്രസക്ക് നമുക്കിത് ഒരു നില കൂടെ ഉണ്ടാക്കണം, സിമെന്റ് ഇടാനുണ്ട്, നമുക്ക് ടൈൽസ് വിരിക്കണം, നമുക്ക് കുറച്ച് സൗകര്യപ്പെടുത്തണം, എന്തെങ്കിലും നിങ്ങൾ തരുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കണ്ടോ എന്ന് അറിയണ്ടേ? അപ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ ഇയാൾ ഔദാര്യവാനാണോ പിശുക്കനാണോ എന്ന്. അവസരങ്ങൾ ഉണ്ടാക്കുകയാണ് അല്ലാഹു. എന്റെ റസൂലിന്റെ സ്വഭാവം നിങ്ങൾ കണ്ടുപഠിക്കിൻ. ഫതബസ്സമ റസൂലുള്ളാഹ്. പുഞ്ചിരിച്ച നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ വർത്തമാനം കേട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയും വലതമ അലാ വജ്ഹി, എന്റെ മുഖത്തടിക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഹ്ലൻ യാ അബൂബക്കർ. അബൂബക്കറെ, ചെയ്യല്ലേ, ചെയ്യല്ലേ. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അമാ സമിഅത മാ ഖാലത്. ആയിഷ ബീവി പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ കേട്ടു അബൂബക്കറെ, ഞാൻ കേട്ടു. പക്ഷേ അറിയണം, ഇന്നൽ ഗൈറാ ലാ തുബ്സിറു അസ്ഫലൽ വാദി മിൻ അലാ. അബൂബക്കറെ, ഒന്നിലേറെ ഭാര്യമാരുള്ള ഒരു ഭർത്താവിന്റെ ഭാര്യമാർ ഓരോരുത്തർക്കും തോന്നുന്ന ചക്കോളത്തിപ്പോര്. ആ ചക്കളത്തിപ്പോരുണ്ടായി കഴിഞ്ഞാൽ ലാ തുബ്സിറു അസ്ഫലൽ വാദി മിൻ അലാ. ഒരു താഴ്വരയിൽ ചെന്ന് അവിടെ താഴ്ച ഏതാണ് ഉയർന്നതേതാണെന്ന് പോലും ആ നേരത്ത് ചൂടിൽ അവർക്ക് കാണൂല അബൂബക്കറെ. അതുകൊണ്ട് പറഞ്ഞു പോവാണ് ആയിഷ ബീവി, ഗൈറാ, തന്റെ ഭർത്താവിന്റെ സ്നേഹം തനിക്ക് മാത്രം വേണമെന്ന ഈർഷതയുള്ള വാശിയുള്ള ഒരു പെണ്ണ്. ആ വാശി വന്നാൽ ഒരു മലയുടെ താഴ്വാരവും ഒരു മലയുടെ ഉയർച്ചയും കാണാൻ പോലും അവർക്ക് കഴിയില്ല അബൂബക്കറെ. അങ്ങനെ ഒരു ചെറിയൊരു അന്ധത വന്നു പോകും, പിന്നെ അത് ശരിയാകും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ നബി തങ്ങളോട് പറയുന്നുണ്ട്, നബിയേ, വഅന ലാ അശുക്കു ബിഅന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് എനിക്ക് ഒരു സംശയവുമില്ല നബിയേ. വഅജ്സിമു അന്നക റസൂലുള്ളാഹ് അക്സറു മിമ്മാ അജ്സിമു അന്നനി അന ആയിഷ, ഞാൻ ആയിഷയാണെന്ന് എനിക്ക് ഉറപ്പുള്ളതിനേക്കാളും അങ്ങ് റസൂലുള്ളായാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് നബിയേ. ഇത് ആയിഷ ബീവി എന്നെ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. പക്ഷേ ആ ദേഷ്യം വന്ന നേരത്ത് സിദ്ദീഖേ, ഒരു മലയുടെ ഉയർച്ചയും താഴ്ചയും പോലും കാണാൻ അവരെ കൊണ്ട് കഴിയില്ല. അങ്ങനെ ഒരു ദേഷ്യം പെണ്ണിന് കയറിയാൽ അതുകൊണ്ട് പറഞ്ഞു പോവാണ്, നിങ്ങൾ റസൂലല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് സിദ്ദീഖേ, അതുകൊണ്ട് അവരടിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങൾ അതീവ സഹനത്തോടുകൂടെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. വളരെ വലിയ സ്നേഹത്തോടെ. അള്ളാന്റെ റസൂലിന്റെ ഹബീബിന്റെയും ആയിഷ ബീവിയുടെയും ഇടയിൽ ഒരു ചെറിയ കശപിശയുണ്ടായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ
മദ്യം പറയാൻ വേണ്ടി വിളിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ. ഒരു ഹക്കം, ഒരു ഖാദി വേണം, ജഡ്ജ് വേണം. രണ്ടുപേരും വാദിക്കുമ്പോഴേ ഇന്നാള് പറയുന്നതാ ശരിയെന്ന് പഞ്ചായത്താക്കണ്ടേ? ഒരാൾ വന്നിട്ട് ഡിസിഷൻ ചെയ്യണ്ടേ? നമ്മളെ നാടുകളിലൊക്കെ മഹല്ല് വിഷയങ്ങൾ, തർക്കങ്ങൾ ഉണ്ടാകുമ്പോ എവിടേക്കാ പോവുക? പണക്കാട്ടേക്ക് പോകാം. പണക്കാട് തങ്ങളുടെ മുമ്പിൽ വിഷയം അവതരിപ്പിക്കുക, തങ്ങൾ തീരുമാനം പറയട്ടെ. സയ്യിദ് എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണ്, തങ്ങൾ എന്ത് പറയുന്നോ ആ തീരുമാനം ഞങ്ങൾക്ക് പൊരുത്തമാണ്. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. ഒരു ഹക്കമ് വേണം, തീരുമാനം പറയാൻ ഒരാൾ വേണ്ടേ? റസൂലുള്ളാഹി തങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ചെറിയൊരു പ്രശ്നം നടക്കുന്നു. ഹദീസ് കിടക്കുന്നത് ഇമാം ത്വബറാനിയുടെ മുഅ്ജമുൽ ഔസത്തിലുണ്ട്. താരീഖ് ബഗ്ദാദുണ്ട്, ഖതീബുൽ ബഗ്ദാദിയുടെ. മഹാനായ ശൈഖുൽ ഇസ്ലാം അൽ ഇറാഖി അവരുടെ തഖ്രീജ് അഹാദീസിൽ ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഹദീസിന്റെ തഖ്രീജ് നടത്തിയ മഹാനായ ഇമാം അൽ അറാഫി റഹ്മഹുല്ലാഹ് ഒരു കാലത്ത് ഷെയ്ഖുൽ ഇസ്ലാം എന്നറിയപ്പെടുക. ഇന്ന് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഇബ്നു തൈമിയ്യ മാത്രമാണ്. അല്ല, ഷെയ്ഖുൽ ഇസ്ലാമാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു. ഷെയ്ഖുൽ ഇസ്ലാമാണ് ഇമാമുൽ മുഹദ്ദിസീൻ മഹാനായ മുസ്നി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുഹരി തങ്ങൾ, ഇവരൊക്കെ ഷെയ്ഖുൽ ഇസ്ലാമുമാരാണ്. ഇവരൊക്കെ രേഖപ്പെടുത്തിയ ഹദീസ് ഇമാം സുബൈദി ഇത്ഹാഫുസ് സാദത്തിൽ മുത്തഖീനിലും രേഖപ്പെടുത്തി. അങ്ങനെ ഒരുപാട് പ്രാമാണികരായ പണ്ഡിതന്മാരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയ സംഭവം ആയിഷ ബീവി തന്നെ പറയുന്നു, ജറാ ബൈനി വബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കലാം. ഈ 9 സംഭവങ്ങളിലെ മൂന്നാമത്തേതാണിത്. ഞാനും നബിതങ്ങളും തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. പ്രശ്നം അവരാരും ഡീസൻസി വിട്ടുള്ള കളിയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ തർക്കമുണ്ടെങ്കിലും അനാവശ്യ വാക്കുകളോ ഇതൊന്നും അവർ പറയില്ല. ആ ഉള്ള കാര്യം ശറഅ അംഗീകരിക്കുന്ന വിഷയം തന്നെ ഇച്ചിരി കടുപ്പത്തിൽ പറയും, അത്രയേ ഉള്ളൂ. ജറാ ബൈനി വബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കലാം. ഞാനും റസൂലുള്ളാഹി തങ്ങളും ഒരു ചെറിയ പ്രശ്നമുണ്ടായപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹത്താ അദ്ഖലൻ നബിയ്യു ബൈനനാ അബൂബക്കറിൻ ഹകമൻ വശാഹിദാ, ഞങ്ങൾക്കിടയിൽ സാക്ഷിയായും വിധികർത്താവായും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ നിയോഗിച്ചു. ഇനിയാണ് സംഭവം. സിദ്ദീഖ് തങ്ങൾ വന്നിരുന്നു. ആയിഷ ബീബി നബി തങ്ങളും രണ്ടുപേരും തർക്കത്തിലാണ്. ചെറിയ പിണക്കം സ്വാഭാവികമായും. പിണക്കങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ സ്നേഹം കൂടുന്നതാണ്. ഒരു ദിവസം മിണ്ടാണ്ടിരുന്നാൽ രണ്ടാമത്തെ ദിവസം മിണ്ടുമ്പോൾ വല്ലാത്ത ഇഷ്ടമായിരിക്കുന്ന കുച്ച് റൂഠി ബിഹോ കുച്ച് ശിഖായത്ത് ബിഹോ റൂഠ്നെ മസാ സിയാദാ ഹേ എന്നൊക്കെ പറയാറുണ്ട്. അല്ലാഹു അലം, അങ്ങനെയാണ്. തെറ്റിയെ കുറച്ച് സ്നേഹം കൂടുന്നൊക്കെയാ പറയല്. തെറ്റോല് പിന്നെ അങ്ങ് മരണം വരെ തെറ്റാൻ നിൽക്കണ്ടേ? അതൊക്കെ മിണ്ടിക്കൂടി. ഈ ചെറിയ ലോകല്ലേ, എപ്പോഴാ പോവുകയെന്നറിയില്ല. 40 കഴിഞ്ഞാൽ പിന്നെ കല്യാണക്കത്ത് വന്നിക്കണമെന്ന് വിചാരിച്ചോളൂ, ടൈം അയക്കണം. പിന്നെ എപ്പോഴും പോകാം. അതിനപ്പുറത്തൊക്കെ കിട്ടുന്നത് ഭാഗ്യ അല്ലേ? കിട്ടുന്ന ഭക്ഷണം മായം, എല്ലാം മായം. പിന്നെ തലയെ പൊക്കിയാൽ എടുക്കാൻ പറ്റാത്ത ടെൻഷനും. അങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് അല്ലേ? സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ ജീവിതാവസാനം വരെ അധ്വാനിക്കണം ഒരു പുരണ്ടാക്കാൻ അല്ലേ? അങ്ങനെയല്ലേ കിട്ടുന്നുള്ളൂ. ഈ ലോകത്തിന്റെ അവസ്ഥ അങ്ങനെയല്ലേ? എത്ര അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി. ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടൊക്കെ ജീവിക്കുക വളരെ കഷ്ടപ്പാട്. എല്ലാ മനുഷ്യർക്കും എല്ലാ നാട്ടിലും ഉണ്ട്. പ്രൊഫഷണൽ ലോകത്തൊക്കെ നമ്മൾ ഗൾഫിലൊക്കെ നല്ല സുഖം. എന്തൊരു ടെൻഷനാ ജോലിയൊക്കെ. കമ്പനി മുഴുവനും ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ മേൽ പ്രഷർ ചെയ്യും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ഇങ്ങനെ ശരിയായില്ല, അത് മടക്കി ചെയ്യണം. ഇങ്ങനെ പണിയെടുപ്പിച്ചിട്ട് നടുപിടിപ്പിക്കണം. അവിടെ മാനേജേഴ്സിന് മേലെന്ന് പ്രഷർ, അവർക്ക് മേലെന്ന് പ്രഷർ, അവർക്ക് ഗവൺമെന്റിന്റെ പ്രഷർ. ഇങ്ങനെ ലോകത്തെ പ്രൊഫഷണൽ ലോകം മുഴുവൻ ഒരു സ്ട്രെസ്സിലേക്ക് പോയിക്കൊണ്ട് എല്ലാ ജോലി അടിച്ചു വരുന്ന ആൾക്കാർക്ക് വരെ ടെൻഷനാണ് ജോലിയുടെ വിഷയത്തിൽ. അങ്ങനെയുള്ള ഒരു ലോകമാണ്. കശപിശയും പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുറത്തും കളഞ്ഞും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചു പോവാന്നല്ലാണ്ട് ഇതിന്റെ പിന്നാലെ നടന്നാൽ വളരെ കുറഞ്ഞ കാലത്തെ ജീവിതമാണ് അല്ലേ? എപ്പോഴാ പോവാന്നറിയാത്ത എല്ലാം മായം. പട്ടിയിറച്ചിയൊക്കെ പിടിച്ചത് അവിടെ അല്ലേ? എഗ്മോറിൽ പിടിച്ചത് ചെന്നൈയിൽ. എത്ര ആൾക്കാരെ വയറ്റില് മട്ടൻ ചോറാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവും. മട്ടൻ ബിരിയാണി നമ്മൾ കോഴിക്കോടൊക്കെ പോയി അടിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. പട്ടിയിറച്ചിയെ കൂളായിട്ട് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തിട്ട് അല്ലെ ഫ്രോസൺ ആക്കിയിട്ട് വിടുക. നമ്മളെ നാട്ടിൽ മട്ടനാന്നും പറഞ്ഞിട്ട് ഇപ്പൊ പിടിച്ചുകൊണ്ട് കഴിച്ചില്ലായി. ആ ഒരു പാക്ക് വയറ്റക്ക് എത്തിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ നല്ല രസമാണ്. മട്ടൺ തീരെ വിലക്കുറവാണ് അവിടെ, ഭയങ്കര ലാഭമാണ്. ആ കടയിൽ ചെന്നാൽ മട്ടനൊക്കെ ഫ്രീ. 50 ഉറുപ്പ്യൊക്കെ മട്ടൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് കഴിച്ചിട്ടേ പട്ടിയിറച്ചി തിന്ന് പോണത്. സുബ്ഹാൻ. നമുക്ക് ക്യാൻസറും വന്നിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഈ സർവ്വ അഴുക്കും നിന്ന് ജീവിക്കുന്ന ജീവികളും അതും ഒരിക്കലും തിന്നാൻ പാടില്ലാത്ത ജീവികളൊക്കെയാ നമ്മുടെ തീന്മേശയിലേക്ക് നമ്മുടെ റെസ്റ്റോറന്റുകളൊക്കെ മനോഹരമായ പ്ലേറ്റിലെ കൊണ്ടുവന്ന് വെച്ചിരുന്നത്. സുബ്ഹാനല്ലാഹ്.
എല്ല് വരെ ഉമ്പി കുടിച്ചിട്ടാ പോരുന്നത് ഓരോരുത്തര്. അല്ലാഹ്, എന്തായിരിക്കും ഇതിനൊക്കെ അവസ്ഥ? അപ്പൊ 40 കഴിഞ്ഞ് കിട്ടിയാൽ വലിയ ലാഭ. അവിടുന്ന് കിട്ടുന്നതൊക്കെ ലാഭാന്ന് വിചാരിച്ചോളൂ. എപ്പോഴും പോകാം. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പൊ ഈ കുറഞ്ഞ ജീവിതം, നിസ്സാര വിഷയങ്ങൾ പറഞ്ഞിട്ട് കശവിഷയും വെറുപ്പും അങ്ങ് കണ്ടുകൂടായ്മയും, അമ്മായിമ്മക്ക് മരോളെ കണ്ടുകൂടാ, മരോക്ക് ഇങ്ങോട്ട് കണ്ടുകൂടാ, അല്ലെ, ഭർത്താവിന്റെ പെങ്ങൾക്ക് ഭർത്താവിന്റെ ഭാര്യയെ കണ്ടുകൂടാ, അവൾക്ക് എന്തിനിതൊക്കെ? എല്ലാരും ഒരു വീട്ടിൽ, അള്ളാന്റെ ഈ ഭൂമി എന്ന ഈ വീട്ടിൽ മനുഷ്യരായ മനുഷ്യരെല്ലാം ഒരു കുടുംബമായി ജീവിക്കുന്നില്ലേ? നമ്മുടെ 4 ചുമരുകൾക്കിടയിൽ ഒരു വിശാല മനസ്സുണ്ടെങ്കിൽ എത്ര ആൾക്കും അവിടെ ജീവിച്ചുകൂടെ? എന്തിന് നിസ്സാര വിഷയങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത്? അമ്മായിമ്മ വിചാരിക്കണം, മകള് എന്റെ മോളാണ്, എന്റെ മരുമകൾ, എന്റെ ഭർത്താവിൻ, എന്റെ മകന്റെ ഭാര്യ എന്റെ മോളാണ്. കാരണം ഈ ഉമ്മാന്റെ മോള് വേറെ വീട്ടിൽ പോയി ജീവിക്കണില്ലേ? ആ വീട്ടുകാർ ഇവളോട് ഇങ്ങനെ പെരുമാറുമ്പോ ഈ ഉമ്മാക്ക് ഇഷ്ടപ്പെടോ? നമ്മുടെ ഉമ്മമാർ അങ്ങനെ വിചാരിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പ്രശ്നമില്ല. നിസ്സാര വിഷയം പറഞ്ഞിട്ട് അസൂയയും പകയും. ഓളെ വീട്ടിൽ നിന്ന് അത് കൊണ്ടുവന്നില്ല. പൊന്നാരുമ്മ, ഓളില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ നിങ്ങളെ വീട്ടിൽ ചെലവഴിയേണ്ടത്? നമ്മൾ ഉമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നം ഇതുള്ളൂ. ഒരു കുട്ടീനെ മുടിയളിച്ചലുണ്ടായി, വീട് കുടിരിക്കലുണ്ടായി, ഒരു ഫംഗ്ഷൻ ഉണ്ടായി, ഓളെ പുരയിന്ന് കൊണ്ടത് കുറഞ്ഞു. നിങ്ങൾ എന്താ കൊടുക്കണത്? നിങ്ങൾക്ക് വല്ലതും കൊടുക്കാൻ പറ്റുമോ? അതില്ല. മറ്റുള്ളവർ തന്നിട്ടില്ല, അവിടുന്ന് കിട്ടിയിട്ടില്ല, ഇവിടുന്ന് കിട്ടിയിട്ടില്ല. മൻ അൻ വഹാച്ചിൻ കരിഹലക്കും ഖീല വഖാൽ വകസറത സുആൽ മൻ അൻ വഹാച്ചിൻ. നിങ്ങള് ഈ കിട്ടിയിട്ടില്ല, പോരാ പോരാ എന്ന് പറഞ്ഞ ഈ പരിപാടി നിങ്ങൾക്ക് പാടില്ല കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിൽ ആകെണ്ടാകുന്ന വിഷയങ്ങൾ ഇതിനെ ചൊല്ലിയാണ്, അല്ലേ? കട്ടില് കൊണ്ടുവന്ന് ഇത് തേക്കിന്റെ പോളിഷ് അടിച്ചിട്ടുള്ളൂ, നോക്കുമ്പോ തേക്കല്ല, പിന്നെ കുഴപ്പമായി. റബ്ബേ, അയറ്റങ്ങള് കൊണ്ടെന്നല്ലോ, അൽഹംദുലില്ലാ, മതി. അത്രയെങ്കിലും അവർ ചെയ്തില്ലേ എന്നല്ല വിചാരിക്കുക. അത് പോരാന്ന്. ആരായി പോരാന്ന് പറയേണ്ടത്? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നിസ്സാരമായ വിഷയങ്ങൾക്ക് നന്ദികേട് പറഞ്ഞ് നമ്മുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ബോധം നൽകട്ടെ. ഹബീബിന്റെ വീടിനെ സംബന്ധിച്ച് മഹാനായ സഈദ് തങ്ങൾ പറയുമായിരുന്നു, സഈദുൽ മുസയ്യബ് എന്നവര്, ആ വീട്ടിൽ നിന്ന് കൈപൊക്കിയാൽ ഹബീബിന്റെ വീടിന്റെ റൂഫ് തട്ടും, ഒന്ന് കടന്നാൽ കാല് ചുമരിൽ തട്ടും. അങ്ങനത്തെ ഇടുങ്ങിയ റൂമുകളാണ് ഹബീബിന്റെ ഭാര്യമാരുടെ വീടുകൾ. ഹുജറാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിതങ്ങൾ അങ്ങനെ ചെയ്തെന്താണെന്നറിയോ? ഈ ഉമ്മത്തിലെ ഏറ്റവും പാവപ്പെട്ടവന് പോലും അള്ളാഹുവിന്റെ റസൂലിൽ മാത്രം. നിബിതങ്ങൾ അങ്ങാനും ഒരു വലിയ വീട് വെച്ചാൽ പാവപ്പെട്ടവൻ പറയില്ലേ, എന്റെ റസൂലിന്റെ വീടിന്റെ അത്ര പോലും എനിക്ക് വെക്കാൻ പറ്റിയില്ലല്ലോ പടച്ചവനെ. ഇന്ന് അങ്ങനെയല്ല. ഏത് സാധാരണക്കാരന്റെ വീടും ഹബീബിന്റെ വീടിനേക്കാളും വലിയ വീടാണ്, അല്ലേ? ഇത് ഹബീബിൻ അള്ളാഹു ഹബീബിന് കൊടുത്ത നിബിതങ്ങൾ അത് സ്വീകരിച്ചു. അങ്ങനെ അത് മതി റബ്ബേ, തങ്ങൾ പൊരുത്തപ്പെട്ടു. ഹബീബായ തങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ആവാമായിരുന്നു, പക്ഷേ തങ്ങൾ വേണ്ടെന്ന് വെച്ചു. എന്തിനെന്നറിയോ? എന്റെ ഉമ്മത്തികൾ ഒരാൾ പോലും എന്റെ റസൂലിന്റെ പോലെ എനിക്കായില്ലല്ലോ എന്ന് സങ്കടപ്പെടേണ്ട. റസൂലിന്റേത് ഇത്രയുള്ളൂ. തല വെച്ചാൽ കാല് ചുമരിൽ, കാല് വിട്ടുവെച്ചാൽ തല ചുമരിൽ. ഇങ്ങനെ ഇടുങ്ങിയ റൂമുകളിലാ ഹബീബിന്റെ ഹുജറാത്തുകൾ, ഹബീബിന്റെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ താമസിച്ചു പോയത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിലേക്ക് വരാം. ഇമാം തബ്റാനി മുഅ്ജമുൽ ഔസത്തിൽ പറയുന്ന ഈ സംഭവം, മഹദി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെയും എന്റെ റസൂലിന്റെയും ഇടയിൽ ചെറിയ ഒരു പിണക്കമുണ്ടായപ്പോ അതിൽ വിധി പറയാൻ എന്റെ വാപ്പ സിദ്ദീഖ് തങ്ങളെ നബി തങ്ങൾ വിധികർത്താവായി വിളിച്ചു. കാരണം അമോഷനാണ്. സിദ്ദീഖ് തങ്ങൾ ഒന്നിരിക്കുക, നബിയും ആയിഷ ബീവി മുമ്പിലിരിക്കുന്ന ആ രംഗങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിട്ടുകൊടുക്കൂല. വല്ലാത്ത രസം. നബി തങ്ങൾക്കത് ഇഷ്ടമാണ്. തങ്ങൾ തന്നെ അത് വല്ലാതെ ഇഷ്ടത്തിലാ തങ്ങളത് കാണുക. ഒന്നുമില്ല, എന്റെ സിദ്ദീഖിന്റെ മോളാണ്, അതാണ് നബി തങ്ങൾ പറയാം. പക്ഷെ ആയിഷ ബീവിയെക്കാളും നബിക്ക് ഇഷ്ടമായത് ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി ജീവിച്ചിരിക്കെ തന്നെ ഖദീജ ബീവിയുടെ പുണ്യം പറയും. 65 വയസ്സിൽ മരിച്ച ഖദീജ ബീവിയെ മുത്തുനബി തങ്ങൾ പറയും, 25 കൊല്ലം ഞാൻ ഒരുമിച്ച് ജീവിച്ച എന്റെ ഭാര്യയാണ് എന്റെ ഖദീജ. ഒരു മാംസം വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ തങ്ങൾ പറയും, എന്റെ ഖദീജയുടെ കൂട്ടുകാരികളുണ്ടോ ആയിഷ, അവർക്കൊരു പൊതി കൊണ്ടുപോയി കൊടുക്കിൻ. പിന്നെ ഖദീജയുടെ ഒരു കൂട്ടുകാരി അവിടെ ഉണ്ടല്ലോ ആ മലന്റെ പുറത്ത്, അവർക്കൊരു പൊതി കൊണ്ടുപോയി കൊടുക്കിൻ ഒക്കെ പറയുമ്പോ ആയിഷ ബീവിക്ക് ഇങ്ങനെ ദേഷ്യം വരും. പൊന്നാര നബിയെ, ആ വയസ്സത്തി പെണ്ണിനേക്കാളും 1-ാം നമ്പർ ചെറുപ്പക്കാരിയെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലേ എന്ന് ചോദിച്ചു ഒരിക്കൽ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, ആയിഷ, എന്റെ ഖദീജയെ പോലെ ആകാൻ നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല ആയിഷ. എന്താ മറുപടി? എന്റെ ഖദീജയെ പോലെ ആവാൻ നോക്കണം. നബിയെക്കാളും 15 വയസ്സേറെയാണ്. ഭർത്താവും ഭാര്യയും തന്നെ ഒരേ വയസ്സിൽ കല്യാണം കഴിഞ്ഞൊരു 2-3 കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ പറയല്ലടോ ഇതെന്റെ ഉമ്മയാണോ എന്ന്. ഒരേ വയസ്സിൽ കല്യാണം കഴിഞ്ഞാൽ നബിയെക്കാളും 15 വയസ്സ് പ്രായമുണ്ട് ഖദീജ ബീവിക്ക്. ബീവിക്ക് വേറെ കുട്ടികളുണ്ട് ഭർത്താക്കന്മാരിൽ. വിധവയാണ് ഖദീജ ബീവി. തങ്ങളെക്കാളും 15 വയസ്സ് ഏറെ.
ആ ബീവിയെയും കൊണ്ട് 25 കൊല്ലം ജീവിച്ചു നബി തങ്ങൾ. വേറെ കല്യാണം കഴിച്ചിട്ടില്ല. ആ റസൂലിനെയാണോ നബിക്ക് 9 ഭാര്യമാരെ അള്ളാഹു അനുവദിച്ചതിൽ നബി തങ്ങൾക്ക് സ്ത്രീകളോടുള്ള അഭിനിവേശം കൊണ്ട് കല്യാണം കഴിച്ചു എന്ന് പറയുന്നത്? അതൊക്കെ വേണമെങ്കിൽ ചെറുപ്പക്കാരനായിരിക്കുന്ന കാലത്ത് തങ്ങൾക്ക് ചെയ്യാമായിരുന്നല്ലോ. തങ്ങൾ ഈ കല്യാണം ഏറെ കഴിച്ചതൊക്കെ എപ്പോഴാ? 53 വയസ്സായതിനു ശേഷമാണ് തങ്ങളുടെ മറ്റെല്ലാ വിവാഹങ്ങളും നടക്കുന്നത്. 53 വയസ്സിന് ശേഷം. അങ്ങനെയുണ്ടോ? 53 വയസ്സായൊക്കെ കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സുവർണകാലം കഴിഞ്ഞില്ലേ? ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു ഖുവ്വത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലാഹു ആരോഗ്യം കൊടുത്തിട്ടുണ്ട്, മറ്റു മനുഷ്യരെ പോലെയല്ല. പക്ഷേ ഹബീബിൽ ഈ വിഷയം ആരോപിക്കുന്ന ആളുകൾ ഖദീജ ബീവിയുടെ കൂടെ 25 കൊല്ലം വേറെ ഒരു ഭാര്യയെ കല്യാണം കഴിക്കാതെ നബി തങ്ങൾ കഴിച്ചുകൂട്ടിയ ആ ഒരു ദാമ്പത്യത്തെക്കുറിച്ചും മറന്നുപോകരുത്. അത് മറക്കരുത്. ഖദീജ ബീവി വഫാത്തായതിന്റെ ശേഷമാണ് നബി തങ്ങൾ സൗദ ബീവിയെ കഴിക്കുന്നു, പിന്നെ ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നത്, പിന്നെ മറ്റു ഭാര്യമാരെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിരിക്കുന്നു. ഞാനും നബി തങ്ങളും വർത്തമാനം പറയാൻ പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, തതകല്ലമീന ഔ അതകല്ലമു, ആയിഷ നിങ്ങൾ തുടങ്ങുന്നോ പരാതി പറയാൻ, അതല്ല ഞാൻ തുടങ്ങണോ? ആര് ചോദിച്ചു? റസൂലുള്ളാഹി തങ്ങളെ. ആരാ വിധികർത്താവ്? ആയിഷ ബീവിന്റെ വാപ്പ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളും ആയിഷ ബീവിയും തമ്മിലാ പ്രശ്നം. നബി തങ്ങൾ ചോദിച്ചു, ആയിഷ കഥ ആദ്യം നിങ്ങൾ പറയണല്ലോ, ഞാൻ എവിടെ കുഴപ്പമെന്ന് പറയാൻ പോവാണ്, അതുകൊണ്ട് ബീവി നിങ്ങൾ തുടങ്ങുന്നോ അല്ല ഞാൻ തുടങ്ങുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ബീവി പറഞ്ഞു, ബൽ തകല്ലം അൻത, നബിയെ നിങ്ങൾ തുടങ്ങിക്കോളൂ, പക്ഷേ വലാ തഖുൽ ഇല്ലാ ഹഖൻ, സത്യമേ പറയാവൂ നബിയെ. ഇതങ്ങട്ട് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫലതമഹ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹത്താ ഖറജ ദമു മിൻ ഫമിഹ, സിദ്ദീഖ് ഞങ്ങൾ ഒരൊറ്റ അടി കൊടുത്തു ആയിഷ ബീവിക്ക്, വായയിൽ നിന്ന് ചോര വന്നു എന്ന് പരിശുദ്ധ ഹദീസിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോടായി പറയണത്, നബിയെ സത്യം പറയണം കേട്ടോ, നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കോളി, പക്ഷെ സത്യം പറയാവുന്നു. ഒരൊറ്റടി കൊടുത്ത് സിദ്ദീഖ് തങ്ങൾ ആയിഷ അല്ലാഹുവിന്റെ റസൂലിനോട് വഹൽ യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലൽ ഹഖ്, അല്ലാഹുവിന്റെ റസൂൽ സത്യമല്ലാതെ പറയുമോ ബീവി? എന്തായി പറയണത്? റസൂലുള്ളാഹിനോട് സത്യമേ പറയാവൂ എന്നോ? ആരായത് ബസ്രയ്ക്ക് ഈത്തപ്പഴം കൊടുത്തേക്ക്? അള്ളാഹിന്റെ റസൂലല്ലേ സത്യം പറയാൻ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹിനോട് സത്യമേ പറയാവൂ എന്ന് ഇതൊക്കെ ചൂടിൽ ബീവി പറഞ്ഞു പോവാ. ചെറുപ്പക്കാരിയല്ലേ. തങ്ങളെ വഫാത്താകുമ്പോ ആയിഷ ബീവിയുടെ വയസ്സ് 18 ആയിഷ ബീവിയെക്കാളും 2 വയസ്സ് ഏറെയുണ്ട് ഫാത്തിമ ബീവിക്ക് റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവിക്ക് 20, ആയിഷ ബീവിക്ക് 18. പക്ഷെ ഫാത്തിമ ബീവിയും 2 വയസ്സ് താഴെയുള്ള ആയിഷ ബീവിയെ ഉമ്മ എന്നാ വിളിക്കേണ്ടത്. യാ ഉമ്മ, കാരണം ഉമ്മുൽ മുഅ്മിനീന. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ്. ഹിബ്ബു റസൂലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ എത്രയോ ഇഷ്ടപ്പെട്ടവരാണ്. പക്ഷേ നബി തങ്ങളുടെ മുമ്പിൽ വർത്തമാനം തുടങ്ങാൻ പോകുന്നുള്ളൂ. ആയിഷ ഞാൻ പറയണോ നിങ്ങൾ പറയണോ? നബിയെ നിങ്ങൾ പറഞ്ഞോളൂ. ബൽ തകല്ലം അൻത വലാ തഖുൽ ഇല്ലാ ഹഖൻ, നബിയെ